ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ രാമ രാമ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 എന്റെ ഒരു ഹരേ ഡയറി അവിടെ ഹരേ ഹരേ രാമ രാമ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. നമ്മള് ഇന്ന് രണ്ടാമത്തെ അധ്യായം നമ്മൾ തുടങ്ങല്ലോ. ഇന്ന് തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് അധ്യായം 2 കടക്കാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ഒന്നാമത്തെ അധ്യായം മുഴുവനാക്കി. ഒന്നാമത്തെ അധ്യായത്തില് നമ്മൾ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒന്നാമത്തെ അധ്യായത്തിൽ അർജുനന്റെ പ്രയാസം, വിഷാദവും കണ്ടു. പിന്നെ അർജുനൻ കുരുക്ഷേത്രത്തെ നിരീക്ഷിച്ചത് കണ്ടു. ആരൊക്കെയാണ് യുദ്ധത്തിൽ വന്നിരിക്കുന്നത് പറഞ്ഞു. യുദ്ധം ചെയ്യാതിരിക്കാൻ അർജുനൻ 5 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അർജുനൻ വിജയിക്കുമെന്ന് പറയുന്നതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് പല പല ശ്ലോകങ്ങളിലായിട്ട് അതും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അർജുനൻ രഥത്തില് വില്ലും ശരങ്ങളും താഴെ വെച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അല്ലെ? ഇത്രയല്ലേ കണ്ടത്? ഹരേ കൃഷ്ണ. അതെ അതെ മാതാജി. അപ്പൊ ഒന്നാമത്തെ അധ്യായം എല്ലാവർക്കും മനസ്സിലായിണ്ടോ? ആ മനസ്സിലായി മാതാജി. നമുക്കപ്പൊ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ഇന്ന് ഒന്നാമത്തത് ബുദ്ധിമുട്ടില്ലല്ലോ. രണ്ടാമത്തെ തൊട്ടാണ് നമ്മളെ തുടങ്ങുന്നത്. ഇടയ്ക്ക് നിങ്ങൾക്കൊരു ശ്രദ്ധയ്ക്കായിക വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാ. അപ്പൊ നമുക്ക് ഒരു സെക്കൻഡ് ആ പറഞ്ഞത് റിവൈസ് ചെയ്തിട്ട് പോകാം. അങ്ങനെ കുറെ പറയുമ്പോ ചിലപ്പോ ഒരു ഇന്നെന്താ ആരും ഇല്ലേ ക്ലാസ്സില്? വളരെ കുറവാണല്ലോ. വരുന്നുണ്ടാവും അല്ലെ? എത്ര? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദന. സഞ്ജയൻ പറഞ്ഞു, അങ്ങനെ കരുണാർദ്രനായ അശ്രുക്കൾ നിറഞ്ഞു കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു. അപ്പൊ സഞ്ജയൻ പറയാണ് അല്ലെ. സഞ്ജയനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. കാരണം ലാസ്റ്റ് ശ്ലോകത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു? യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാതെ അർജുനൻ രഥത്തിൽ ഇരിക്കുന്നതായിട്ട് അല്ലെ, വില്ലും ശരങ്ങളൊക്കെ താഴെ വെച്ച് രഥത്തിൽ ഇരിക്കുന്നതായിട്ട് പറയാണ്. അത് സഞ്ജയൻ തന്നെയാണ് അവിടെ പറഞ്ഞത്. അപ്പൊ സഞ്ജയൻ എന്നിട്ട് ഇവിടെ പറയാണ് ഫസ്റ്റ്, കരുണാർദ്രനായ അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ട് അർജുനൻ വിഷമിച്ചാ നിൽക്കണത്. കരഞ്ഞ് കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടാ നിൽക്കണേ. ആ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു. മധുസൂദനൻ ആരാണ്? ഭഗവാൻ പറയാണ്, ഭൗതികമായ അനുകമ്പയും വിലാപവും കണ്ണീരുമെല്ലാം ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളാണ്. ശാശ്വത ആത്മാവിനോടുള്ള അനുകമ്പയാണ് ആത്മസാക്ഷാത്കാരം. മധുസൂദന, പണ്ട് മധു എന്ന രാക്ഷസനെ ഭഗവാൻ കൃഷ്ണൻ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ അർജുനന് വേണ്ടത് തന്റെ കൃത്യനിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്ന വ്യാമോഹം എന്ന അസുരനെ നശിപ്പിക്കലാണ്. അപ്പൊ ഇവിടെ അർജുനൻ കരഞ്ഞു, കണ്ണീര് നിറഞ്ഞു നിൽക്ക അല്ലെ. എന്താ പറഞ്ഞു ഇവിടെ? അർജുനൻ കരുണാർദ്രനായിട്ട് അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന അർജുനൻ. ആ അർജുനനോട് എന്താണ് അർജുനന് എന്താ പറയണൂടെ? ഭൗതികമായ അനുകമ്പയും വിലാപവും കണ്ണീരുമെല്ലാം എന്താണ്? ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനത്തിന്റെ ലക്ഷണം. അപ്പൊ അജ്ഞാനത്തിന്റെ ലക്ഷണമാണ് എന്ത്? നമുക്ക് ഈ വരുന്ന കണ്ണീരും അനുകമ്പയും വിലാപവും ഒക്കെ. ശാശ്വത ആത്മാവിനോടുള്ള അനുകമ്പയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാല് ശാശ്വതമായിട്ട് ആത്മാവിനോടുള്ള അനുകമ്പ, ആത്മാവിന് സാക്ഷാത്കരിക്കാൻ സാധിക്കുക. അതാണ് എന്ത്? ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള അറിവില്ലാതാവുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? കണ്ണീര് വരുന്നതും വിലാപം വരുന്നത്. കാരണം ഭൗതികമായിട്ടുള്ള ആ ശരീരത്തെ കുറിച്ചുള്ള ചിന്ത, അജ്ഞാനം കൊണ്ടാണ് നമുക്ക് അതൊക്കെ സംഭവിക്കുന്നത്.
പിന്നെ ഇവിടെ മധുസൂദന എന്നാണ് പറയുന്നത് അല്ലെ. മധുസൂദന എന്ന് പറഞ്ഞാല് ഭഗവാൻ മധു എന്ന രാക്ഷസനെ വധിച്ചത് കൊണ്ടാണ് ഭഗവാന് മധുസൂദന എന്നൊരു പേര് വന്നിരിക്കുന്നത്. അപ്പൊ അർജുനൻ എന്താ വേണ്ടത്? തടസ്സമായി നിൽക്കുന്ന വ്യാമോഹം എന്ന അസുരനെ നശിപ്പിക്കുക. അർജുനന്റെ ഈ പ്രവർത്തികൾക്ക് തടസ്സമായി നിൽക്കുന്ന വ്യാമോഹം എന്ന അസുരനെ നശിപ്പിക്കുക. അതാണ് എന്ത് അർജുനന് വേണ്ട. അതുകൊണ്ടാണ് അർജുനൻ ഇവിടെ ഭഗവാനെ ഈ ശ്ലോകത്തില് മധുസൂദന എന്ന് പറയുന്നത്. കാരണം മധുസൂദന എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞില്ലേ രാക്ഷസനാണ്. ആ രാക്ഷസനെ പോലെ നമ്മുടെ സംശയങ്ങളും നമ്മുടെ ഈ വ്യാമോഹം ഒക്കെ എന്താണ്? അസുരം തന്നെയാണ്. അപ്പൊ ആ അസുരനെ നശിപ്പിക്കുക. മധുസൂദനെ നശിപ്പിച്ച പോലെ ഈ വ്യാമോഹത്തെ നശിപ്പിക്കുക. അതാണ് ഇവിടെ മധുസൂദനൻ എന്ന പേര് പറയുന്നത്. അപ്പൊ ഭഗവാൻ ഇവിടെ എന്താ പറയണത്? ഇനി ശ്രീ ഭഗവാനുവാച കുതസ്വാകശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാരിജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നിനക്ക് എവിടെന്നാണ് ഈ മാലിന്യം വന്നുപെട്ടത്? ജീവിതത്തിന്റെ മൂല്യം എന്തെന്ന് അറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല. ഉപരിലോകങ്ങളിലേക്കല്ല, അകീർത്തിയിലേക്കാണ് ഇത് നയിക്കുക. അപ്പൊ അർജുനനോട് ഭഗവാൻ അർജുനനെ വഴക്ക് പറയാണ് ഇവിടെ ഭഗവാൻ അല്ലെ. എന്താ പറയണത്? അർജുന, നിനക്ക് എവിടെന്നാണ് ഈ മാലിന്യം വന്നു പെട്ടത്? ഈ മാലിന്യം നിനക്ക് എവിടെന്നാ വന്നത്? ജീവിതത്തിന്റെ മൂല്യം എന്തെന്ന് അറിയുന്ന ഒരു വ്യക്തിക്ക് ഒട്ടും യോജിച്ചതല്ല ഇതൊന്നും. ഉപരിലോകങ്ങളിലേക്കല്ല, നിന്നെ ഇത് അകീർത്തിയിലേക്കാണ് നിന്നത് നയിക്കുന്നത്. ഇത് കീർത്തിയല്ല നിനക്ക് ഉണ്ടാകാൻ പോണത്, തിരിച്ചെന്താണ്? അകീർത്തിയാണ് നിനക്ക് കിട്ടുന്നത്. നീ ഉപരിലോകങ്ങളിലേക്കല്ല പോക എന്നിവിടെ ഭഗവാൻ പറയാണ് അർജുനന്. അതായത് വഴക്ക് പറഞ്ഞു കൊടുക്കാണ് ഇവിടെ. നിനക്ക് ജീവിതത്തിന്റെ മൂല്യം എന്തെന്നറിയുന്ന ഒരു വ്യക്തിക്ക് ഒട്ടും യോജിച്ചതല്ലത്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതായിരിക്കണം. പരമാത്മാ സാക്ഷാത്കാരം 3 തരത്തില് ആ പരമസത്യത്തെ അറിയുന്നവന് 3 ഭാവത്തിൽ സാക്ഷാത്കാരം ചെയ്യാൻ സാധിക്കും. പരമസത്യത്തിന്റെ ആ 3 ഭാവങ്ങൾ എന്തൊക്കെയാണ്? ബ്രഹ്മേതി, പരമാത്മേതി, ഭഗവാനീതി, ശക്തിത എന്ന് പറയല്ലേ. ബ്രഹ്മമായിട്ടും പരമാത്മാവായിട്ടും ഭഗവാനായിട്ടും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ബ്രഹ്മമായിട്ടും നമുക്ക് പരമസത്യത്തെ സാക്ഷാത്കരിക്കാം, പരമാത്മാവായിട്ടും സാക്ഷാത്കരിക്കാം, ഭഗവാനായിട്ട് സാക്ഷാത്കരിക്കാം. നമ്മൾ ആ പരമസത്യത്തെ നമ്മൾ ഏത് ഭാവത്തിലും ആദ്യം നമുക്ക് ബ്രഹ്മമായിട്ട് സാക്ഷാത്കരിക്കാം, ബ്രഹ്മമായിട്ട് മനസ്സിലാക്കാം. കുറച്ചും കൂടി ക്ഷമയോടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് പരമാത്മാവായിട്ട് അറിയാൻ സാധിക്കും. പിന്നെയും കുറച്ചും കൂടി പോകുമ്പോഴാണ് നമുക്ക് ആരായിട്ട് അറിയുന്നത്? ഭഗവാനായിട്ട് അറിയുന്നത്. അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ജ്യോതി, ആ ബ്രഹ്മജ്യോതി, ഭഗവാന്റെ ശരീരത്തിൽ ആ ജ്യോതിയാണ് പ്രകാശം എന്ന് പറയുന്നതാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. പരമാത്മാ സാക്ഷാത്കാരം എന്ന് പറയുന്നതാണെങ്കിലോ ഭഗവാന് പരമാത്മാ രൂപത്തിൽ ചതുർഭുജധാരിയായിട്ടുള്ള ശംഖ് ചക്ര കഥാ പത്മത്തോട് കൂടിയിട്ടുള്ള ആ പരമാത്മാവായിട്ട് സാക്ഷാത്കരിക്കുന്നതാണ് എന്ത്? പരമാത്മാ സാക്ഷാത്കാരം. ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് സച്ചിദാനന്ദനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണന് ഇരുഭുജങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതാണ് എന്ത്? ഭഗവത് സാക്ഷാത്കാരം. അപ്പൊ 3 തരത്തില് ആ പരമസത്യത്തെ 3 ഭാവത്തിൽ നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ ആത്മസാക്ഷാത്കാരം. അത് ബ്രഹ്മമായിട്ട് സാക്ഷാത്കരിക്കാം, പരമാത്മാവായിട്ട് ചെയ്യാം, ഭഗവാനായിട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ബ്രഹ്മമായിട്ട് അറിയും, പിന്നെ കുറെ നമ്മൾ ക്ഷമയോടെ ഇരിക്കുമ്പോൾ നമുക്ക് പരമാത്മാവായിട്ട് മനസ്സിലാക്കാം. എന്നിട്ടും പിന്നെയും പോകുമ്പോൾ നമുക്ക് എന്താണ്? ഭഗവാനായിട്ട് അറിയാനായിട്ട് സാധിക്കും. അതിനെ ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ശിലപ്രഭാതർ സൂര്യപ്രകാശമായിട്ടും സൂര്യന്റെ ഉപരിതലമായിട്ടും സൂര്യഗ്രഹമായിട്ടും 3 തരത്തില് സൂര്യന്റെ 3 ഭാവങ്ങളായിട്ടാണ് ഈ ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ സാക്ഷാത്കാരത്തിനെ ഉപമിച്ചിരിക്കുന്നത്. പിന്നെ ഭഗവാൻ എന്ന വാക്കിന് പരാശര മഹർഷി നൽകിയിരിക്കുന്ന നിർവചനം, വ്യാസദേവന്റെ വേദവ്യാസന്റെ പിതാവായിട്ടുള്ള പരാശര മഹർഷി നൽകിയിരിക്കുന്ന നിർവചനം എന്താണ്? ഭഗവാൻ എന്നാൽ സമ്പത്ത്, ശക്തി, യശസ്, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം, ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന പരമപുരുഷനാണ് ഭഗവാൻ. ഭഗവാൻ എന്ന് പറഞ്ഞ സമ്പത്ത്, കുറെ സമ്പത്ത് ഉണ്ടാവും, ശക്തി ഉണ്ടാവും, യശസ് ഉണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും, ജ്ഞാനം, ത്യാഗം, അതായത് ഇതെല്ലാം ഒത്തിണങ്ങിയ വ്യക്തി ആരാണോ അവരാണ് ഭഗവാൻ. ഒരാൾക്ക് ചിലപ്പോ സമ്പത്ത് ഉണ്ടാകാം, ശക്തി ഉണ്ടാകാം, ഒരാൾക്ക് യശസ് ഉണ്ടാവാം, സൗന്ദര്യവും ജ്ഞാനവും ത്യാഗം, ഇത് 6 പേരിൽ 6 തരത്തിൽ നമുക്ക് കാണാം. പക്ഷെ ഇതെല്ലാം കൂടി ഒത്തിണങ്ങിയിട്ട് ആരായിരിക്കും ഉണ്ടാവുന്നത്? അത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനായിരിക്കും. അതുകൊണ്ടാണ് ആ പരമപുരുഷൻ എന്ത് പറയുന്നത്? ഭഗവാൻ എന്ന് പറയുന്നത്. ആരാണ് ഈ നിർവചനം നൽകിയിരിക്കുന്നത്? പരാശര മഹർഷി നൽകിയിരിക്കുന്ന നിർവചനമാണിത്. ക്ലൈബം അസ്മഗമപാർത്ഥ നൈദത്തയ്യുപപത്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോ തിഷ്ഠാ പരം തപ. ഹേ പാർത്ഥ, തരം താണ ഈ ആണത്തമില്ലായ്മയ്ക്ക് നീ അധീനനാകരുത്. നിനക്ക് യോജിക്കുന്നതല്ലത്. ശത്രുക്കളെ ജയിക്കുന്നവനെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ. അപ്പൊ പറയാണ്, ഹേ പാർത്ഥ,
അർജുനനോട് പറയാണ്, നീ തരം താണ ആണത്തമില്ലായ്മയ്ക്ക് നീ പറയുന്നതൊക്കെ എന്താണ്? ആണത്തമില്ലായ്മയാണ്, തരം താണ പ്രവൃത്തിയാണ് നീ പറയുന്നത്. അതിന് നീ അധീനനാകാൻ പാടില്ല ഒരിക്കലും. കാരണം നിനക്ക് യോജിച്ചതല്ല ഇതൊന്നും. കാരണം നീ എങ്ങനെയുള്ളവനാണ്? ശത്രുക്കളെ ജയിക്കാൻ ശക്തിയുള്ളവനാണ് നീ. അതുകൊണ്ട് ശത്രുക്കളെ ജയിക്കാൻ ശക്തിയുള്ളവനാണ് നീ. നീ ഒരിക്കലും നിന്റെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യം അത് നീ കൊണ്ടു നടക്കരുത്. അതിനെ ഉപേക്ഷിച്ചിട്ട് നീ എഴുന്നേൽക്കൂ എന്നിവിടെ ആര് പറഞ്ഞു കൊടുക്കാണ്? ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കാണ്. ഇവിടെ ഭഗവാൻ എങ്ങനെ വിളിക്കുന്ന അർജുനനെ? പാർത്ഥ, പൃഥയുടെ പുത്രൻ അല്ലെ. പാർത്ഥ എന്ന് വെച്ചാല് പൃഥയുടെ പുത്രൻ. പൃഥയുടെ പുത്രൻ, കൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയാണ് പൃഥ അഥവാ കുന്തി. കുന്തി ദേവിയുടെ മകനായതുകൊണ്ടാണ് അർജുനനെ ഭഗവാൻ പാർത്ഥനെ വിളിക്കുന്നത്. കൃഷ്ണനുമായി അർജുനന് രക്തബന്ധം. ഭഗവാനും കൃഷ്ണനും തമ്മിൽ എങ്ങനെയാണ്? രക്തബന്ധമുണ്ട്. കാരണം ഭഗവാന്റെ അച്ഛൻ വസുദേവരുടെ സഹോദരിയുടെ മകനാണ് ആര്? അർജുനൻ. അവര് തമ്മിലുള്ള ബന്ധം, രക്തബന്ധമുണ്ട്. അപ്പൊ പേരിന് മാത്രം, അപ്പൊ അർജുനനോട് അതുകൊണ്ട് ഒരു മമത ആർക്കുണ്ട്? കൃഷ്ണൻ ഉണ്ടാകും അല്ലെ. അപ്പൊ പേരിന് മാത്രം ക്ഷത്രിയരും ബ്രാഹ്മണരും സ്വപിതാവിന്റെ വില കുറഞ്ഞ സന്തതികളാണ്. അർജുനനെ അങ്ങനെ പൈതൃക ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവനായി കാണാൻ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ രക്തബന്ധം ഉണ്ട് അർജുനനും കൃഷ്ണനും തമ്മിൽ. അപ്പൊ പേരിന് മാത്രമുള്ള ഒരു ക്ഷത്രിയനും ബ്രാഹ്മണരും സ്വപിതാവിന്റെ വില കുറഞ്ഞ സന്തതികളാണ്. അപ്പൊ അർജുനൻ ക്ഷത്രിയനാണ്. അപ്പൊ അർജുനൻ യുദ്ധം ചെയ്യാതെ നിൽക്കുമ്പോ അർജുനൻ എന്താവും? പേരിന് മാത്രമായിട്ട് മാറും ക്ഷത്രിയൻ. അങ്ങനെ അർജുനനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല? ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് അർജുനൻ ഒരിക്കലും അങ്ങനെ പൈതൃക ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവനായിട്ട് കാണാൻ കൃഷ്ണൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വഴക്ക് പറയുന്നത്. കഥം ഭീഷ്മമിഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷൂഭി പ്രതിയോത്സ്യാമി പൂജാർഹ വാരിസൂദന. അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും? അപ്പൊ അർജുനനെ വഴക്ക് പറഞ്ഞപ്പോ അർജുനൻ തിരിച്ചെന്താ ചോദിക്കുന്നത്? ശത്രുനാശകനായ അല്ലയോ മധുസൂദന, ശത്രുക്കളെ നശിപ്പിക്കുന്നവരാണ് മധുസൂദനൻ അല്ലെ. ഭഗവാനോട് ചോദിക്കാണ്, പൂജാർഹരായിട്ടുള്ളവരാണ് ആര്? ഭീഷ്മരും ദ്രോണരും. അവരെ ഞാൻ എങ്ങനെയാണ് അസ്ത്രങ്ങൾ കൊണ്ട് തിരിച്ചടിക്കുക എന്നാണ് അർജുനൻ തിരിച്ച് ഭഗവാനോട് ചോദിക്കുന്നത്. കാരണം അർജുനനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മള് രാവിലത്തെ ക്ലാസ്സിൽ, ഭാഗവതം ക്ലാസ്സിൽ കയറി കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ പറഞ്ഞു അല്ലെ, ഭീഷ്മദേവന്റെ വിയോഗത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ അച്ഛൻ പാണ്ഡു മരണപ്പെട്ട ശേഷം വാത്സല്യത്തോടെ അവരെ എടുത്ത് വളർത്തിയതെല്ലാം ആരാണ്? ഭീഷ്മദേവനാണ്. അതേപോലെ തന്നെ ദ്രോണാചാര്യർ, അർജുനനെ സംബന്ധിച്ച് എന്താണ്? അർജുനൻ എന്ന് വെച്ചാൽ ദ്രോണാചാര്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. അത്ര സ്നേഹത്തോടു കൂടിയാണ് എല്ലാ ആയുധന കലകളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ആർക്ക് എല്ലാം അഭ്യസിപ്പിച്ചിട്ടുണ്ട്? ദ്രോണാചാര്യര് അർജുനൻ. അപ്പൊ അത്രയും പ്രിയപ്പെട്ടവരാണ് അർജുനനെ സംബന്ധിച്ചും തിരിച്ചും. അപ്പൊ എങ്ങനെയാണ് അർജുനൻ ഇവരോട് യുദ്ധത്തിന് പോകാൻ സാധിക്കുക? അവർക്ക് എങ്ങനെയാണ് അവർക്ക് അസ്ത്രങ്ങൾ കൊണ്ട് അവരെ തിരിച്ചടിക്കാൻ? അർജുനന്റെ ആ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതാണ് അല്ലെ. കാരണം അത്ര ബന്ധമാണ് അർജുനന് ഭീഷ്മദേവനായിട്ടും ദ്രോണാചാര്യമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അവരോട് ഞാൻ എങ്ങനെയാണ് അസ്ത്രങ്ങൾ കൊണ്ട് തിരിച്ചടിക്കാം എന്നാണ് ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നത്. ഗുരുജനങ്ങളോട് വാക്സമരത്തിൽ പോലും ഏർപ്പെടരുതെന്നാണ് സാമാന്യ മര്യാദ. അപ്പൊ സാധാരണ മര്യാദയിൽ എന്താ പറയുന്നത്? നമ്മൾ ഒരിക്കലും ഗുരുജനങ്ങളോട് വാക്സമരത്തിൽ പോലും നമ്മൾ ഏർപ്പെടാൻ പാടില്ല. നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, ഭഗവത്ഗീതയില് 4-ാമത്തെ അധ്യായത്തില് 34-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത്? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. ഇങ്ങനെയാണ് ഒരു ഗുരുവിനെ സമീപിച്ച് വിനയത്തോടു കൂടി ഗുരുവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സത്യത്തെ കുറിച്ച് അറിയാനായിട്ട് പഠിക്കണം എന്നാ പറയണത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഗുരുവിനോട് വാക്കുകൊണ്ട് പോലും നമ്മള് ഏറ്റുമുട്ടാനായിട്ട്, നമ്മള് സമരം ചെയ്യാനായിട്ട്, അതായത് നമ്മള് തോൽപ്പിക്കാനായിട്ട് പാടില്ല. വാക്കുകൊണ്ട് പോലും നമ്മള് ഗുരുവിനെ അനുസരിക്കാതിരിക്കാനായിട്ട് പാടില്ല. അതാണ് സാധാരണ മര്യാദ പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനൻ തിരിച്ചു ചോദിക്കാണ്, തന്റെ പിതാമഹനായ ഉഗ്രസേനനെയോ ഗുരുവായ സന്ദീപനി മുനിയെയോ എതിർക്കാൻ കൃഷ്ണൻ തുനിയുമോ? ഇവയാണ് അർജുനൻ കൃഷ്ണനോട് ഉന്നതിച്ച ചില വാദമുഖങ്ങൾ. അപ്പൊ രണ്ട് കാര്യം ചോദിക്കുകയാണല്ലേ. ഒന്ന്, പിതാമഹനായിട്ടുള്ള ഉഗ്രസേനനോടോ ഗുരുവായിട്ടുള്ള സന്ദീപനി മഹർഷിയോടോ എതിർക്കാനായിട്ട് കൃഷ്ണൻ ചെയ്യോ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. കാരണം സുഹൃത്താണല്ലോ അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ചോദിക്കാണ്,
ചെയ്യോ? അർജുൻ ചോദിക്കാണ്, ഭഗവാൻ ചെയ്യോ അങ്ങനെ ഗുരുസേനനെയോ അല്ലെങ്കിൽ സന്ദീപനി മഹർഷിയോടോ എതിർക്കാനായിട്ട് ഭഗവാൻ ചെയ്യോ എന്നിവിടെ അർജുനൻ ചോദിക്കാണ്. ഭഗവാൻ എന്താ പറയുന്നത് ഇവിടെ? ഗുരു നഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും പൈഷ്യമപീഹ ലോകേ ഹത്വാർത്ഥ കാമാംസു ഗുരുനഹൈവ ഭുജ്ജീയ ഭോഗാൻ രുതിര പ്രതിക്താൻ. എന്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവിക്കുന്നതാകാം. ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമാകും. അപ്പോൾ അർജുനൻ പറയാണ്, ഈ ഗുരുജനങ്ങളായിട്ട്, അതായത് അർജുനൻ ചോദിച്ചു ഭഗവാന്റെ അടുത്തില് ഉഗ്രസേനായിട്ടോ അല്ലെങ്കിൽ സന്ദീപനി മഹർഷിയായിട്ട് ഏറ്റുമുട്ടാനായിട്ട് ഭഗവാൻ തയ്യാറാകുമെന്ന്. എന്നിട്ട് അർജുനൻ തന്നെ പറയാണ്, എന്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവനം നടത്തുന്നതാണ്. അപ്പൊ എന്റെ ഗുരുക്കന്മാര്, ഇപ്പൊ ഭീഷ്മദേവനായാലും ദ്രോണാചാര്യായാലും ഇവരോടൊക്കെ അത്തരത്തിലുള്ള മഹാത്മാക്കളോട് ജീവിതത്തിൽ അവരോട് യുദ്ധം ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്? എനിക്ക് ഭിക്ഷയാചിച്ച് ഉപജീവനം ചെയ്യുന്നതാണ്. കാരണം ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരാകാം ചിലപ്പോ അവര്, പക്ഷെ എങ്ങനെയാണെങ്കിലും അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമാകും. അപ്പൊ അവര് ചിലപ്പോ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരായിരിക്കാം ഗുരുജനങ്ങൾ. അങ്ങനെയാണെങ്കിൽ കൂടി അവരെ വധിക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായി പോകും എന്നാണ് ഇവിടെ ആര് പറയുന്നത്? അർജുനൻ പറയുന്നത്. അപ്പൊ അർജുനൻ ഒരിക്കലും എന്ത് ചെയ്യാനില്ല? അവരോട് യുദ്ധം ചെയ്യാനില്ല. അതിനേക്കാളും നല്ലത് ഞാൻ ഭിക്ഷയാചിച്ച് ജീവിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നമ്മുടെ ശാസ്ത്രത്തിൽ എന്താ പറയുന്നത്? വൈദിക നിയമങ്ങൾ അനുസരിച്ച് ദുഷ്കൃത്യം ചെയ്യുന്നവനും വിവേകം നശിച്ചവനുമായ ഗുരുവിനെ ഉപേക്ഷിക്കാം. അപ്പൊ ശാസ്ത്രപ്രകാരം ദുഷ്കൃത്യം ചെയ്യുന്നത് വിവേകം നശിച്ചവനായിട്ടുള്ള ഗുരുവിനെ നമുക്ക് ഉപേക്ഷിക്കാം എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. ഭീഷ്മരും ദ്രോണരും ദുര്യോധനന്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചു പോയതുകൊണ്ട് അയാളുടെ പക്ഷത്ത് ചേരാൻ ബാധ്യസ്ഥരായി. സാമ്പത്തിക പരിഗണനകൾക്ക് വശംവദരായി. അവർ അപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഈ സാഹചര്യത്തിൽ അവർ ഗുരുത്വത്തിന്റെ മഹനീയത നഷ്ടപ്പെടുത്തി. അപ്പൊ ദ്രോണരും ഭീഷ്മരും എന്താണ്? ദുര്യോധനന്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചു. അതുകൊണ്ട് എന്തായി? അവര് നിർബന്ധമായിട്ടും ദുര്യോധനന്റെ പക്ഷത്ത് ചേരാനായിട്ട് അവർക്ക് ബാധ്യത വന്നു. അപ്പൊ ഈ സാമ്പത്തിക പരിഗണനകൾക്ക് വശംവദരായിട്ട് അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ ഗുരുത്വത്തിന്റെ മഹനീയത നഷ്ടപ്പെടുത്തിയതായിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തില്ല? പിന്നെ ആ ഗുരുത്വത്തിന്, ഒരു ഗുരുവായിരിക്കാനുള്ള യോഗ്യത അവരെ നഷ്ടപ്പെട്ടു പോകണം. അപ്പൊ ഒരു ഗുരുവിന് വേണ്ട യോഗ്യതകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഉപദേശാമൃതം എന്ന പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. വാചോവേഗം, മനസാ ക്രോധവേഗം, ജിഹ്വാവേഗം, ഉദര ഉപസ്ഥവേഗം, ഏതാൻ വേഗാൻ യാ വിഷഹേത ധീരഃ സർവാമപീമാം പൃഥിവീം സശിഷ്യ. അതായത് വാക്ക്, മനസ്സ്, ക്രോധം നമ്മുടെ ദേഷ്യം, ജിഹ്വ നാവ്, ഉദരം എന്ന് വെച്ചാൽ വയറ്, ഉപസ്ഥം ജനനേന്ദ്രിയങ്ങൾ. ഈ 6 കാര്യങ്ങളുടെ ത്വരകളെ, നമ്മളെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വ്യക്തിക്കാണ് ആര്? ഒരു ഗുരു ആവാനായിട്ട് യോഗ്യതയുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കും ഗുരു എന്ന് പറയുന്നത്. ഗുരു എന്ന വാക്കിന് വലിയൊരു നിർവചനം നമുക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് ആരായിട്ട് കാണാൻ സാധിക്കുള്ളൂ? ഗുരുവായിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. ന ചൈത ദിക്മകദരന്നോ ഗരീയോ യത്വാ ജയേമ യതിവാനോ ജയേയുഹു യാനേവ ഹത്വാന ജിജീവിഷാമാസേവ സ്ഥിതാ പ്രമുഖേതാർത്ഥരാഷ്ട്രഃ. അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്തു കാര്യം? എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. അപ്പൊ അവരെ ജയിക്കുന്നതാണോ അല്ലെങ്കിൽ അവരാൽ ഞാൻ തോൽക്കുന്നതാണോ ഏതാണ് നല്ലതെന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഒരു കാര്യം അറിയാം, എന്താണ്? ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ യുദ്ധമാണെങ്കിലോ നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യാണ്. കാരണം ഇവരെ കൊന്നിട്ട് നമ്മൾ ഇരുന്നിട്ട് എന്താ കാര്യം? നമുക്കിപ്പോ കുറെ സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പൊ ധൃതരാഷ്ട്രപുത്രന്മാരെ എല്ലാവരെയും വധിച്ചു. ആ രാജ്യം മുഴുവൻ നമ്മുടെ കയ്യിലായി. നമ്മളെ കയ്യിലായി കഴിഞ്ഞത് കാണാൻ പോലും ആരെങ്കിലും ഉണ്ടോ? കാരണം എന്താണ്? നമ്മളിപ്പോ എങ്ങനെയാണ്? നമ്മളൊരു വീട് വെച്ചു, വലിയൊരു വീട് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഹൗസ് വാമിങ് നടത്തും അല്ലെ? വീടിന്റെ പാർക്കിൽ നടത്തും. എന്തിനാണ്? നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാവരെയും വിളിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മളെ വീടും കാര്യങ്ങളും ഒക്കെ അവരെ കാണിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മളൊരു വണ്ടി മേടിച്ചെന്നാൽ ആ വണ്ടിയും കൊണ്ട് അവരെ വീട്ടിലേക്ക് പോകും, അവരാ വണ്ടി കാണാൻ വേണ്ടി. അപ്പൊ നമ്മളെ സന്തോഷം അവരായിട്ട് പങ്കിടുമ്പോ ആ സന്തോഷം കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ അർജുനൻ ഈ രാജ്യം മുഴുവൻ കിട്ടിയിട്ട്
അർജുനൻ അത് കാണിക്കാൻ പോലും ആരും ഉണ്ടാവില്ല, കാരണം ഇവരൊക്കെ മരിച്ചുപോയി, പിന്നെ ആരും ഇല്ല. അപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, നമ്മൾ ഇവരൊക്കെ കൊന്നിട്ട് നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് കിട്ടിയ സന്തോഷം കാണിക്കാൻ പോലും ആരും ഇല്ല, പിന്നെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? യുദ്ധാണെങ്കിലോ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യാണ് എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. അർജുനൻ മഹാനായ ഒരു ഭഗവത് ഭക്തൻ മാത്രമല്ല, അത്യന്തം വിവേകശാലിയും സുനിയന്ത്രിതമായ മനസ്സും ഇന്ദ്രിയങ്ങളും ഉള്ളവനാണെന്നും വ്യക്തമാകുന്നുണ്ട്. അപ്പൊ അർജുനൻ ഒരു ഭക്തൻ മാത്രമല്ല, അർജുനൻ എന്താണ്? വിവേകശാലിയാണ്, നിയന്ത്രിതമായ മനസ്സും ഇന്ദ്രിയങ്ങളും ഉള്ളവനുമാണ്. ആര്? അർജുനൻ. രാജകുടുംബത്തിൽ പിറന്നവനാണെങ്കിലും താൻ ഭിക്ഷാടനത്തിൽ താൻ ജീവിച്ചു കൊള്ളാമെന്ന് അദ്ദേഹത്തിന്റെ നിസ്സംഗതയെ വെളിപ്പെടുത്തുന്നു. അപ്പൊ രാജകുടുംബത്തിൽ ജന്മം കിട്ടിയവനാണ്, പക്ഷെ എന്താണ്, അവരെ വധിക്കുന്നതിനേക്കാളും നല്ലത് ഭിക്ഷാടനം ചെയ്യാന്നാണ് അർജുനൻ പറയുന്നത്. അപ്പൊ അർജുനന്റെ നിസ്സംഗതയെ നമുക്ക് മനസ്സിലാക്കി തരാണ് അവിടെ. തന്റെ ആത്മീയ ഗുരുവായ കൃഷ്ണന്റെ നിർദ്ദേശങ്ങളിലുള്ള ദൃഢവിശ്വാസവും സ്വതസിദ്ധമായ ഗുണവിശേഷങ്ങളും കൂടിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ധർമ്മിഷ്ഠതയ്ക്ക് മാറ്റുകൂട്ടുന്നു. അർജുനൻ മോക്ഷപ്രാപ്തിക്ക് സർവദാ യോഗ്യനാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നു. അപ്പൊ അർജുനൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുക. ആത്മീയ ഗുരുവായിട്ട് കൃഷ്ണന്റെ നിർദ്ദേശങ്ങളിലുള്ള ദൃഢവിശ്വാസം, ഭഗവാനിലുള്ള വിശ്വാസവും സ്വതസിദ്ധമായിട്ടുള്ള ഗുണവിശേഷങ്ങളും കൂടി കടന്നപ്പോ അർജുനന്റെ ധർമ്മിഷ്ഠതയ്ക്ക് മാറ്റുകൂട്ടുന്നു. കാരണം ഒരു ഭക്തന് വേണ്ട ഒരു ക്വാളിറ്റിയാണ് അല്ലെ അർജുനൻ. എങ്ങനെയാണ് അർജുനൻ പറയുന്നത്? ദൃഢനിശ്ചയുണ്ട്, പക്ഷെ അർജുനൻ ഒന്നും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? മറ്റുള്ളവരോടുള്ള ഒരു സ്നേഹം, അനുകമ്പ, മൃദുല ഹൃദയത്തെ നമ്മൾ പറഞ്ഞ ഒരു ഭക്തൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. അപ്പൊ അർജുനൻ എങ്ങനെയാണ് പറഞ്ഞത്? ആത്മീയമായ ഗുരുവിന്റെ നിർദ്ദേശവും സ്വതസിദ്ധമായിട്ടുള്ള ഗുണവിശേഷങ്ങളും കൊണ്ട് അർജുനൻ എങ്ങനെയാണ് ധർമ്മിഷ്ഠതയ്ക്ക് മാറ്റുകൂടാണ്. അർജുനൻ മോക്ഷപ്രാപ്തിക്ക് യോഗ്യനാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേതഃ യശ്രേയസാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഇനി അർജുനൻ പറയാണ്, എനിക്ക് എന്താണ് ചെയ്യേണ്ടതൊന്നും മനസ്സിലാകുന്നില്ല, എന്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു, എനിക്ക് എന്താണ് നിർവഹിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാൻ ഇപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശം തന്നാലോ. അപ്പൊ ഈ അവസ്ഥയില് എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം, കാരണം ഞാൻ ഇപ്പോ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, എനിക്ക് ഉപദേശം നൽകിയാലും. അപ്പൊ എനിക്ക് ഉപദേശം നൽകിയാൽ ഞാനിപ്പോ എന്ത് ചെയ്യാണ്? അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്. കാരണം എനിക്ക് വേറൊരു വഴിയില്ല, കാരണം എന്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം എന്നിവിടെ ഭഗവാനോട് അർജുനൻ ആവശ്യപ്പെടാണ്. ജീവിത ലക്ഷ്യം നിറവേറ്റാൻ ഉതകുന്ന വഴി കാട്ടിത്തരാൻ കഴിവുള്ള വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കേണ്ടതാണ്. ആത്മസാക്ഷാത്കാരത്തിന്റെ ശാസ്ത്രം അറിയാതെ മനുഷ്യരെന്ന നിലയിൽ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാതെ പട്ടികളെയും പൂച്ചകളെയും പോലെ ഈ ലോകം ത്യജിക്കുന്നവൻ കൃപണനാണ്. ഭൗതികമായ ജീവിത വീക്ഷണത്തോടെ സ്വന്തം കുടുംബം, സമൂഹം, രാജ്യം എന്നിവയിൽ ആവശ്യത്തിലധികം സ്നേഹം പുലർത്തിക്കൊണ്ട് സമയം പാഴാക്കുന്നവനാണ് കൃപണൻ. സൗഹൃദ സംഭാഷണങ്ങൾ നിർത്തി അർജുനൻ ശിഷ്യൻ എന്ന നിലയിൽ കൃഷ്ണന് സ്വയം സമർപ്പിക്കുന്നു. ഗുരുവും ശിഷ്യനുമായുള്ള സംഭാഷണം ഗൗരവമുറ്റതാണ്. ഇവിടെ ജീവിതത്തിന്റെ ലക്ഷ്യം നിറവേറ്റാൻ ഉതകുന്ന വഴി കാട്ടിത്തരാൻ കഴിവുള്ള വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം. ഇവിടെ എന്താ നമുക്ക് മനസ്സിലാകുന്നത്? അർജുനൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, എനിക്ക് വേണ്ട ഉപദേശം തന്നാലും എന്നാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത്. അപ്പൊ അർജുനന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോ അർജുനൻ എന്താ ചെയ്യുന്നത്? സ്വന്തമായിട്ട് ചെയ്യല്ല ചെയ്യണത്. അർജുനൻ അതിന് യോജിച്ചൊരു വ്യക്തിയുടെ ഉപദേശം തേടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ ജീവിതത്തിൽ എന്തുണ്ടാവും? ഇതേപോലത്തെ സാഹചര്യങ്ങൾ നമുക്ക് വരാം. ചില സമയത്ത് നമുക്ക് വിചാരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല. ചിലപ്പോ അത് നമുക്ക് പല രാജ്യത്തിലും നമ്മളെ ബാധിക്കുന്നുണ്ടാവും. അതായത് ഇപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികളെ കുറിച്ചിട്ടായിരിക്കാം, എന്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു തീരുമാനം എടുക്കാതെ നമ്മളെ കുറിച്ച് അറിയുന്ന, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുന്ന, ശരിയായ രീതിയിൽ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ഗുരുവിനെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നൽകാൻ കഴിയുന്ന ഒരു ആചാര്യനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്താകാം, ആരും ആകാം, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ സമീപിക്കണം.
കാരണം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കരുത്. അപ്പൊ അങ്ങനത്തെ ഒരു വഴി കാട്ടിത്തരാൻ, ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് വഴി കാട്ടിത്തരാൻ കഴിവുള്ള ഒരു വ്യക്തിയെ നമ്മൾ സമീപിക്കണം. അർജുനൻ ഇവിടെ എന്താണ്, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാതെ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ അർജുനൻ ഒരു ഗുരുവിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഗുരുവിൽ നിന്ന് നിർദ്ദേശങ്ങൾ നേടാണ്. കാരണം ആ ഗുരുവിന് നമുക്ക് എന്ത് സാധിക്കും, ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് ആ ഗുരുവിനെ സാധിക്കും. നമ്മൾ പറഞ്ഞു, ശരിയായ യഥാർത്ഥത്തിലുള്ള ഒരു ഗുരുവാണെങ്കിൽ, ഒരു ആചാര്യനാണെങ്കിൽ, ആചരിച്ച് കാണിക്കുന്നവനാണ് ആചാര്യൻ. അത് അല്ലാതെ പ്രവർത്തിക്കുന്നതും പറയുന്നതും തമ്മില് വ്യത്യാസമുള്ള വ്യക്തിയെ നമ്മൾ ആചാര്യൻ എന്ന് പറയില്ല, ആചരിച്ച് കാണിക്കുന്നവനാണ് ആചാര്യൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും വേണ്ട നിർദ്ദേശങ്ങൾ ആർക്ക് കിട്ടും, ആ വ്യക്തിക്ക് കിട്ടും. അപ്പൊ അങ്ങനെ അറിയാതെ, അതല്ലാതെ ആത്മസാക്ഷാത്കാരത്തിന്റെ ശാസ്ത്രം അറിയാതെ, ഈ ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചൊന്നും മനസ്സിലാകാതെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ജീവിത പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ പട്ടികളെയും പൂച്ചകളെയും പോലെ ലോകം ത്യജിക്കുന്നവൻ ആരാണ്? കൃപണനാണ്. കൃപണൻ എന്ന് വെച്ചാൽ ആരാണ്? പിശുക്കന്മാരാണെന്ന് പറയുന്നത്. എങ്ങനെയുള്ളവരാണ്? പിശുക്കെന്ന് വെച്ചാൽ തന്നെ നമ്മൾ ആവശ്യ സമയത്ത് നമ്മൾ ഉപയോഗിക്കാതെ, നമ്മൾ ഒരു പൈസ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ അവരെ പിശുക്കന്മാരെന്ന് പറയും അല്ലെ. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ജന്മം എടുത്തിരിക്കുന്നത് എന്തിനാണ്? മനുഷ്യനായിട്ട് ജന്മം എടുത്തിരിക്കുന്നത് നമുക്ക് ഭഗവത് സാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം? സാക്ഷാത്കാരം നേടാനായിട്ട് ശ്രമിക്കണം, ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കണം നമ്മള്. പക്ഷെ നമ്മൾ അത് പ്രവർത്തിക്കാതെ നമ്മള് പട്ടികളെയും പൂച്ചകളെയും പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ ഭൗതിക ലോകത്ത് നമ്മളെ ഇഷ്ടത്തിന് ജീവിച്ച് നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസം ഇല്ല. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളത് ഉപയോഗിച്ചില്ലത്, ഈ ശരിയായ രീതിയിൽ നമ്മുടെ ഉപയോഗം അവിടെ നടത്തിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരാവണ്? കൃപണന്മാരാണ്. അതായത് നമ്മള് ഈ ഭൗതിക ലോകത്തിൽ ജന്മമെടുത്ത് ജീവിതത്തിന്റെ പ്രശ്നം അത് നമ്മൾ നോക്കിയില്ല എന്താണെന്ന്, അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചില്ല, എന്നിട്ട് നമ്മുടെ ശരീരം വെടിയാണെങ്കിൽ നമ്മൾ ആരാണ്? കൃപണന്മാരാണ്. അപ്പോ കൃപണന്മാരെന്ന് പറഞ്ഞാൽ നമ്മള് സ്വന്തം കുടുംബത്തിനോടും സമൂഹത്തിനോടോ രാജ്യത്തിനോടൊക്കെ ആവശ്യത്തിലധികം നമ്മൾ സ്നേഹം പുലർത്തിക്കൊണ്ട് സമയം പാഴാക്കുക, അങ്ങനെയുള്ളവരാണ് ആര്? കൃപണൻ എന്ന് പറയുന്നത്. അപ്പൊ അർജുനൻ സംഭാഷണം നിർത്തി, സൗഹൃദ സംഭാഷണം നിർത്തി അർജുനൻ ശിഷ്യൻ എന്ന നിലയിൽ ശ്രീകൃഷ്ണന് സ്വയം സമർപ്പിക്കുന്നു. അങ്ങനെ ഗുരുവും തമ്മിലുള്ള ഒരു സംഭാഷണം ഗൗരവമറ്റതാണ്. അപ്പൊ ഇനി ഒരു ഗുരുവും ഭഗവാനും തമ്മിലുള്ള, ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു സംഭാഷണം തുടങ്ങാണ്. ഇവിടെ അർജുനൻ ചോദിച്ചത് കൊണ്ട് തന്നെ ഭഗവാനായ ഒരു ഗാംഭീര്യത്തോടെയാണ് ഇനി അർജുനന് ഓരോ കാര്യങ്ങൾ ഉപദേശിച്ച് കൊടുക്കുന്നത്. ഹരേ കൃഷ്ണ. ഇതുവരെ മനസ്സിലായോ? ഹരേ കൃഷ്ണ. പറഞ്ഞതൊന്ന് പറഞ്ഞേ, നമ്മൾ എന്തൊക്കെ പറഞ്ഞത് ഇപ്പോ? കഥ കേൾക്കണ പോലെ എല്ലാം കേട്ടു. പക്ഷെ അർജുനന്റെ സംശയങ്ങൾക്ക് ഭഗവാൻ നമ്മുടെ ലൈഫിൽ തന്നെ മാറ്റേണ്ട ശരണം കാര്യങ്ങളുണ്ട്. പ്രാപിക്കുകയാണ്, ഗുരുവായിട്ട് സ്വീകരിച്ച് ശരണം പ്രാപിക്കുക. മാറ്റങ്ങൾ കുറെ ഭഗവാൻ ചോദിക്കാൻ, നിനക്ക് എവിടെ നിന്നാണ് ഈ മാലിന്യം വന്നത്? ജീവിതത്തിന്റെ മൂല്യം എത്തിച്ച പറയുന്ന എല്ലാ കാര്യങ്ങളും അകീർത്തി വരുന്നു. ഉപേക്ഷിക്കുക. സത്യം ബ്രഹ്മാവ് പരമാത്മാവ് ഭഗവാൻ പറഞ്ഞിട്ട് അടുത്തേക്ക് പോയോ? ഇങ്ങനെ ഇരുന്നവരൊക്കെ ഇരിക്കട്ടെ. എന്തൊക്കെ പറഞ്ഞു നമ്മളിപ്പോ? എന്തൊക്കെ പറഞ്ഞ? ഫസ്റ്റ് തന്നെ അർജുനൻ കഴിഞ്ഞ തുടങ്ങി നമുക്ക് രഥത്തില് എന്താണ് വില്ലും ശരങ്ങളൊക്കെ താഴെ വെച്ച് അവിടെ നിൽക്കായിരുന്നു അർജുനൻ. അത് കഴിഞ്ഞ് സഞ്ജയൻ തുടങ്ങാണ് അല്ലെ. എന്താണ് പറഞ്ഞത് ഇവിടെ? ആരോടെ പറയുന്നത്? ധൃതരാഷ്ട്രോടെ പറയുന്നത് ഫസ്റ്റ് തന്നെ. സഞ്ജയൻ എന്ത് പറയാണ്? യുദ്ധം പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ അടുത്ത് ഭഗവാൻ എന്ത് പറയാൻ തുടങ്ങി? അർജുനനെ ചീത്ത പറയാൻ തുടങ്ങി, വഴക്ക് പറയാൻ തുടങ്ങി അല്ലെ. നിനക്ക് എവിടെന്നാണ് ഈ മാലിന്യം വന്നു പെട്ടത്? ജീവിതത്തിന്റെ മൂല്യം എന്തെന്നറിയുന്ന വ്യക്തിക്ക് ഒരിക്കലും യോജിച്ച കാര്യങ്ങളല്ല ഇതൊന്നും. നീ ഇതൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു കേട്ടപ്പോ അതുപോലെ ഭീഷ്മരെയൊക്കെ അർജുനൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാ ചെയ്യാ? കാരണം ഭീഷ്മ പിതാമഹനും പിന്നെ അതുപോലെ തന്നെ പിന്നെ ആരാണ്? ദ്രോണാചാര്യൻ, അവരൊക്കെ ഞാൻ കൊണ്ട് തിരിച്ചടിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു ചോദ്യം ചോദിക്കുന്നത് എന്താണ്? അവസ്ഥ കൊണ്ട് അവരെയൊക്കെ എന്റെ വിജയം കാണാൻ ആരുമില്ല, പിന്നെ എന്തിനാണ്? ഉഗ്രസേനന്റെ അടുത്തും പിന്നെ ആരാണ്? സന്ദീപനി പിന്നെ അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് എന്താണ്?
ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ചെയ്തിട്ട് നമ്മ ജയിച്ചാൽ കാണാൻ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രയോജനം ഉണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്നാണ് യുദ്ധം ചെയ്തതിനേക്കാൾ നല്ലത് ഭിക്ഷ യാചിക്കാൻ പോവാ. വിശ്വസിക്കുന്നതാണ്. ഒട്ടും താല്പര്യമില്ല, ഭിക്ഷ യാചിക്കാൻ പോകുന്നതാണ് ഇതിന് നല്ലത്. ഒരു രാജാവാണ്, രാജകുമാരനാണല്ലേ, കൊട്ടാരത്തിൽ ജന്മം കിട്ടിയിട്ടുള്ളതാണ്. എന്നിട്ടാണ് അർജുനൻ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ അർജുനൻ ഒരിക്കലും എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചു? ഞാൻ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, എന്താണ് മറ്റുള്ളവരെ വധിക്കേണ്ട എന്നാണ് ആര് ചിന്തിക്കുന്നത്? അത് ദ്രോണാചാര്യരും ഭീഷ്മപിതാമഹനും ദ്രോണാചാര്യർക്ക് വധിക്കാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല ഇവിടെ? അർജുനൻ. എനിക്ക് എന്താണ് ചെയ്യേണ്ടതൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്ന ഒരു പിടുത്തമില്ല, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? എനിക്ക് വേണ്ട ഉപദേശം എന്താ? എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഭഗവാൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയാണ്, ഞാൻ ഭഗവാന്റെ മുന്നില് സറണ്ടർ ആവാണ്, എനിക്ക് വേണ്ട ഉപദേശങ്ങൾ തായോ എന്ന് പറഞ്ഞ അർജുനൻ അവിടെ ഈ വഴക്ക് കേൾക്കണ്ടല്ലോ, കീഴടങ്ങി, നമ്മൾ ചെയ്യുന്ന പോലെ അല്ലെ. ആദ്യമേ സറണ്ടർ ആവാം, പിന്നെ ബാക്കി കൊടുക്കാം. അപ്പൊ ഭഗവാൻ സറണ്ടർ ആയി. അപ്പൊ അതിനുശേഷം പിന്നെന്താണ്? അപ്പൊ ഗുരുവായി. ഇപ്പൊ ഭഗവാൻ ആരായി? ഗുരുവായി. പിന്നെ ഗുരു ഉപദേശിക്കാനായിട്ട് തുടങ്ങാണ്. അപ്പൊ ഗുരുവിന്റെ ആ ഒരു ഗാംഭീര്യത്തോടു കൂടി ഭഗവാൻ ഇനി അർജുനന് ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് തുടങ്ങാണ്. അപ്പൊ അതുവരെ ഓക്കെയാണ്? എല്ലാവരും എണീറ്റ് ഉറക്കത്തിലുണ്ടായിരുന്നവരൊക്കെ ഉറക്കം വന്നില്ല, ഇങ്ങനെ കഥ കേൾക്കണ പോലെ ഇങ്ങനെ ഹരേ കൃഷ്ണ മാതാജി, ആ ഗുരുവിന്റെ നിർവചനങ്ങൾ ഒന്നും കൂടെ ഒന്ന് പറയുമോ? ഗുരുവിന്റെ ക്വാളിറ്റീസ്. പ്രഭു നമ്മളത് പഠിക്കും, നമ്മൾ പഠിച്ചു പോകും കേട്ടോ. അത് ലെവൽ 3 ക്ലാസ്സിൽ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാനുള്ളതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്തത് നമ്മളേതാണ്? 8ാമത്തെ ശ്ലോകം അല്ലേ നമ്മൾ ഇനി എടുക്കണ്ടേ? ഹരേ കൃഷ്ണ. ശ്ലോകം 8. നഹി പ്രപശ്യാമി മമാപനുത്യാത് ഉച്ഛോഗമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപ്നമൃദ്ധാം രാജ്യം സുരാണാമപി ചാധിപത്യം. ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. ഈ ഭൂമിയിൽ സമ്പദ് സമൃദ്ധവും എതിരാളികളില്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുമായ പരമാധികാരത്തോടുള്ള സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ സാധിക്കുകയില്ല. അപ്പൊ അർജുനൻ പറയാണ് ഭഗവാന്റെ അടുത്ത്, ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന, കാരണം അർജുനന്റെ ഇന്ദ്രിയത്തിന്റെ പ്രോബ്ലം ആണല്ലേ, ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാനായിട്ട് യാതൊരു ഉപായവും ഞാൻ കാണുന്നില്ല. ഈ ഭൂമിയില് എന്താണ് സമ്പദ് സമൃദ്ധമായിട്ടും എതിരാളികൾ ഇല്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളത് പോലെ എത്ര അധികാരം, പരമാധികാരത്തോടെ ഉള്ള ഒരു സാമ്രാജ്യം ലഭിച്ചാൽ പോലും ഈ ദുഃഖത്തെ മാറ്റാനായിട്ട് സാധിക്കില്ല. കാരണം അത്രയും വലിയൊരു ദുഃഖമാണിത്. ബാക്കി എന്തൊക്കെ കിട്ടിയാലും ഈ ദുഃഖത്തിനെ മാറ്റാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത്. ജീവിതത്തിൽ ചുട്ടുനീറ്റുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഒരു ആധ്യാത്മിക ആചാര്യന്റെ സഹായം ഇല്ലാതെ സാധിക്കുന്നതല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ആരിലൂടെ സാധിക്കുള്ളൂ? ഒരു ആചാര്യനിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഈ ആചാര്യന് വേണ്ട യോഗ്യതകൾ നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കണം ആചാര്യൻ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ നമ്മളൊരു വ്യക്തിയായിട്ട് ഭയങ്കര വൈരാഗ്യത്തിൽ വഴക്കായി, ഒരു ആചാര്യൻ, നമ്മളൊരു നല്ല ആചാര്യനുണ്ടാവും, ഒരു ചീത്ത ആചാര്യൻ ഉണ്ടെന്ന് വിചാരിക്കും. അതായത് ശരിയായ പാലിക്കാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഒരാള് പറയും കുഴപ്പമില്ല, നമ്മളത് സഹിക്കാം, കാരണം നമുക്ക് സഹിക്കാലോ, നമ്മളെ പോലെ തന്നെ ഒരു ജീവാത്മാവല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ ആ ഒരു ദേഷ്യം കുറയും. പതുക്കെ നമ്മളത് കുറയ്ക്കും. നേരെ മറിച്ച് അടുത്ത ആള് പറയണം, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അതിന്റെ അപ്പുറത്ത് പറഞ്ഞു കൊടുക്കണം, അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോ എന്താണ്, എരുതിയിൽ എണ്ണ ഒഴിച്ചെടുക്കണ പോലെ ഒന്നും കൂടി അത് കൂടി വരും അല്ലെ. അപ്പൊ നമ്മളെ ശരിയായ വഴിയിലേക്ക് നയിക്കാനും സാധിക്കും, തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ ശരിയായ രീതിയിൽ, അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഉപദേശം നൽകാൻ സാധിക്കുന്ന ഒരു ആചാര്യനെയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. അതായത് നമ്മൾ ഈ പറഞ്ഞ യോഗ്യതകള് ഉള്ളൊരു വ്യക്തി ആയിരിക്കണം നമ്മുടെ ഗുരു ആയിരിക്കേണ്ടത്. അങ്ങനെ ഒരു ഗുരുവിൽ നിന്നായിരിക്കണം നമ്മൾ നിർദ്ദേശങ്ങള് സ്വീകരിക്കേണ്ടത്. പിന്നെ കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നിപുണനാകാതെ ആർക്കും വിശ്വാസനായ ഒരു ആത്മീയ ഗുരുവാകാൻ സാധിക്കില്ല. കാരണം കൃഷ്ണാവബോധ ശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മളെ എല്ലാ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ പറഞ്ഞു അല്ലെ, 2ാമത്തെ 3ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ദ്രിയ നിയന്ത്രണം. കൃഷ്ണാവബോധത്തിലൂടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കണം, മനസ്സിനെ നിയന്ത്രിക്കണം, ഭഗവാനിൽ തന്നെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ആര്? കൃഷ്ണാവബോധവാനായ വ്യക്തി. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കും ആര്? ഒരു ആത്മീയ ഗുരു എന്ന് പറയുന്നത്. വിശ്വാസനായ ഒരു ഗുരു കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നിപുണനായ വ്യക്തിയായിരിക്കും. പിന്നെന്താണ്? ജനനം, വാർദ്ധക്യം, രോഗം, മരണം
എന്നിങ്ങനെ ഭൗതിക ജീവിത സംബന്ധികളായ പ്രശ്നങ്ങളൊന്നും ധനാർജനം കൊണ്ടോ സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടോ പരിഹരിക്കാവുന്നതല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കത് ഏതൊക്കെയാണ്? നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ 4 കാര്യങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ജന്മ, മൃത്യു, ജരാവ്യാധി. ജനനം, വാർദ്ധക്യം, രോഗം, മരണം. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാർക്കെങ്കിലും മാറാനായിട്ട്? ജനിക്കുന്നത് നമ്മളെ ഇഷ്ടത്തിനല്ല. നമ്മൾ ജനിക്കുന്നു, നമ്മൾക്ക് മരണവും സംഭവിക്കുന്നു, നമുക്ക് ജരാനരകൾ ബാധിക്കുന്നു അല്ലെ, വാർദ്ധക്യം വരുന്നു, പിന്നെ രോഗം വരുന്നു. ഇതിനെ നമുക്ക് പൈസ കൊണ്ടോ നമ്മൾ എന്തെങ്കിലും കഴിവ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇതിനെ മാറ്റാൻ സാധിക്കുന്നുണ്ടോ? ജനനത്തെ മാറ്റാനോ മരണത്തെ മാറ്റി നിർത്താനോ വാർദ്ധക്യങ്ങൾ ഇല്ലാതാക്കാനോ രോഗങ്ങൾ തടയാനോ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് എന്ത്? ഈ 4 പ്രശ്നങ്ങളാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. ഏതൊക്കെയാണ്? ജന്മ, മൃത്യു, ജരാവ്യാധി. ജനനം, വാർദ്ധക്യം, രോഗം, മരണം. ജന്മ, മൃത്യു, ജരാവ്യാധി. ഇതാണ് നമ്മൾ ഭൗതിക ജീവിതത്തില് അനുഭവിക്കുന്ന 4 പ്രശ്നങ്ങൾ. സഞ്ജയ ഉവാച ഏവ മുക്തോ ഋഷികേശം ഗുഡാകേശ പരം തപ നയോത്സ്യ ഇതി ഗോവിന്ദ മുക്ത തുഷ്ണീ ബഭൂവഃ. സഞ്ജയൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ, ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ എന്ത് ചെയ്തു? ഗോവിന്ദ, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് കൃഷ്ണനെ കൊണ്ട് ഉണർത്തിച്ച് മൗനം പൂണ്ടു. അപ്പൊ അർജുനൻ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാനോട് എന്ത് പറയാണ്? ഞാൻ ഇനി യുദ്ധം ചെയ്യുന്നില്ല കൃഷ്ണ, ഗോവിന്ദ, ഞാൻ ഇനി യുദ്ധം ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് മൗനം പൂണ്ടു എന്നാണ് പറഞ്ഞത്. അർജുനൻ യുദ്ധം ചെയ്യാതെ പോർക്കളം വിട്ട് ഭിക്ഷാടനത്തിനായി പുറപ്പെടുന്നു എന്നറിയുമ്പോൾ ധൃതരാഷ്ട്രക്ക് വലിയ സന്തോഷം ഉണ്ടായിരിക്കണം. എന്നാൽ സഞ്ജയൻ അദ്ദേഹത്തെ പരന്തപ എന്ന പദം കൊണ്ട് നിരാശപ്പെടുത്തി. അപ്പൊ അർജുനൻ ഇവിടെ യുദ്ധം ചെയ്യുന്നില്ല, പോർക്കളം വിട്ട് ഭിക്ഷാടനത്തിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ധൃതരാഷ്ട്രക്ക് അവിടെ എന്ത് വരും? സന്തോഷം വരും. ഇവിടെ ആരാണ്? സഞ്ജയൻ എങ്ങനെയാണ് പറയുന്നത്? പരന്തപ എന്ന് പറഞ്ഞാൽ എന്താണ്? പരന്തപ സഞ്ജയനോട് അർജുനെ കുറിച്ച് പറഞ്ഞത്. ശത്രുക്കളെ സംഹരിക്കാൻ കഴിവുള്ളവനാണ് ആര്? അർജുനൻ. അപ്പൊ അർജുനൻ ശത്രുക്കളെ സംഹരിക്കാൻ കഴിവുള്ളവനാണ് എന്ന പദം കൊണ്ടാണ് ഇവിടെ ആരെ നിരാശപ്പെടുന്നത്? ധൃതരാഷ്ട്രെ നിരാശപ്പെടുത്തുന്നത്. തമുവാച ഋഷികേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. അല്ലയോ ഭാരത, അപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് പറഞ്ഞു. അപ്പൊ രണ്ട് സൈന്യത്തിന്റെ നടുക്ക് വെച്ചിട്ട് നടുവിൽ വെച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ദുഃഖിച്ചു നിൽക്കുന്ന അർജുനനോട്, കാരണം യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കാണ് അല്ലെ, അങ്ങനെ പുഞ്ചിരി തൂകിക്കൊണ്ട് ഭഗവാൻ അർജുനനോട് പറയാണ്. എന്താ പറയുന്നത് ഇവിടെ? ശ്ലോകം വരുന്നുള്ളൂ, ഇത് വായിച്ചിട്ട് പറയാം. സുഹൃത്തുക്കളാകയാൽ ഇരുവരും ഒരേ നിലയിലുള്ളവരാണ്. ഒരാൾ സ്വമേധയാ മറ്റേയാളിന്റെ ശിഷ്യനായി. സ്നേഹിതൻ ശിഷ്യനായതോർത്താണ് കൃഷ്ണൻ മന്ദഹസിച്ചത്. ഇവിടെ ഭഗവാൻ എന്തുകൊണ്ടാ പുഞ്ചിരി വരുന്നത്? ഇതുവരെ അവര് സുഹൃത്തുക്കളായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തായി? സുഹൃത്ത് മാറിയിട്ട് ശിഷ്യനായി. അപ്പൊ അതുകൊണ്ടാണ് പുഞ്ചിരിച്ചത് അല്ലെ. സുഹൃത്ത് ഇപ്പൊ ശിഷ്യനായല്ലോ എന്നോർത്ത് ഭഗവാൻ മന്ദഹസിക്കാണ്. ഗുരുവായി സ്വീകരിച്ചപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ ഗുരുവിന്റെ സ്ഥാനം സ്വീകരിക്കുകയും ആചാര്യൻ ശിഷ്യനോട് എന്ന പോലെ ഗാംഭീര്യത്തോടെ യഥാവിധി സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഒരു ഗുരുവായപ്പോ എന്താണ്? ആ ഗുരുവിന്റെ ഗാംഭീര്യത്തോടു കൂടിയാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് സംസാരിക്കാൻ പോകുന്നത്. എന്താ പറയുന്നത്? ശ്രീ ഭഗവാനുവാച അശോജാനന്യശോജസ്ത്വം പ്രജ്ഞവാദാംശ ഭാഷസേ ഗതാം സൂഞ്ച നാനു ശോചന്തി പണ്ഡിതാഹ. എന്താ ഭഗവാൻ പറയുന്നത്? ശ്രീ ഭഗവാൻ പറഞ്ഞു, നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്തവയെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാന്മാർ ജീവിക്കുന്നവരെ ചൊല്ലിയാകട്ടെ മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കാറില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് ഭഗവാൻ? നിന്റെ സംസാരം കേൾക്കുന്നത് ബുദ്ധിയുള്ളവരെ പോലെ തോന്നുന്നത്, പക്ഷെ നീ എന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യമില്ലാത്ത കാര്യത്തെ കുറിച്ച് ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. ബുദ്ധിമാന്മാർ എങ്ങനെയാണ് ശരിക്കും? ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞ് നിനക്ക് എന്താ തോന്നുന്നത്? നീ ബുദ്ധിമാനാണെന്ന് തോന്നും. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിനെ കുറിച്ച് നീ ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ ബുദ്ധിമാന്മാർ എങ്ങനെയാണ്? ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ മരിച്ചവരെ കുറിച്ചോ വിലപിക്കാറില്ല. അപ്പൊ എങ്ങനെയുള്ള വ്യക്തിയാണ് ബുദ്ധിമാൻ?
അറിവ് എന്നാൽ പദാർത്ഥത്തിന്റെയും ജീവാത്മാവിന്റെയും രണ്ടിന്റെയും നിയന്താവായ പരമപുരുഷനെയും കുറിച്ചുള്ള ജ്ഞാനമാണെന്ന് അടുത്ത അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് ശരീരം. ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ല. ഇതറിഞ്ഞ ആ വ്യക്തി ശരിക്കും വിജ്ഞാനിയാണ്. അപ്പൊ എങ്ങനെയുള്ള വ്യക്തിയാണ് ബുദ്ധിമാൻ? ഒന്ന്, ശരീരത്തിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും അതിനെ രണ്ടിനെ നിയന്ത്രിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, അതാണ് അത് നേടിയവരാണ് ആര്? ബുദ്ധിമാൻ എന്ന് പറയുന്നത്. മാത്രമല്ല പിന്നത്തിൽ എന്താ പറയുന്നത്? ശരീരത്തിനേക്കാളും പ്രാധാന്യം ആത്മാവിനാണ് അല്ലെ? ആത്മാവിനെ പോലെ പ്രാധാന്യം എന്തിനില്ല? ശരീരത്തിനില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാനായിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ശരീരം. ശരീരം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആത്മാവിന്റെ പോലത്തെ പ്രാധാന്യം എന്തിനില്ല? ശരീരത്തിനില്ല. ഇതറിഞ്ഞ വ്യക്തിയാണ് ആര്? ബുദ്ധിമാൻ അല്ലെങ്കിൽ വിജ്ഞാനി എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിന് ആത്മാവിന്റെ പ്രാധാന്യം എന്തിനില്ല? ശരീരത്തിനില്ല. ശരീരം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് അറിഞ്ഞ വ്യക്തി ആരാണ്? ബുദ്ധിമാനാണ് എന്ന് പറയാണ് ഭഗവാൻ. പിന്നെന്താ പറഞ്ഞു കൊടുക്കുന്നത്? നതേ വാഹം ചാതു നാസം നത്വം നമേ നേമേ ജനാധിപ സർവേ വയമതാപരം. ഞാൻ ഇല്ലാതിരുന്ന കാലം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടായിട്ടേയില്ല. ഇത് അതുപോലെ നീയും ഇക്കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നും ഉണ്ടായിരുന്നു. ഒരിക്കലും നാം ആരും ഇല്ലാതാകുന്നില്ല. അപ്പൊ ഞാൻ ഇല്ലാത്തൊരു കാലം ഉണ്ടായിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ നീയും ഇല്ലാത്തൊരു കാലം ഉണ്ടായിട്ടില്ല. ഈ കാണുന്ന രാജാക്കന്മാരും എല്ലാവരും എന്നും ഉണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അപ്പൊ ഒരിക്കലും നമ്മൾ ആരും ഇല്ലാതായിട്ടില്ല. ഞാനും എന്നുണ്ടായിരുന്നു, നീയും എന്നുണ്ടായിരുന്നു, ഈ കാണുന്ന രാജാക്കന്മാരും എല്ലാവരും എന്നുണ്ടായിരുന്നു. നമ്മൾ ആരും ഇല്ലാത്തൊരു കാലം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെന്താ സംഭവിക്കുന്നത്? സർവോത്കൃഷ്ടനായ വ്യക്തിയാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ. ഭഗവാന്റെ സനാതന സുഹൃത്തായ അർജുനനും പോർനിലത്ത് ഒത്തുചേർന്നിട്ടുള്ള രാജാക്കന്മാരും ശാശ്വത വ്യക്തികൾ തന്നെ. അവരാരും മുൻകാലത്ത് ജീവിക്കാത്തവരോ മേലിൽ ശാശ്വതത്വം നഷ്ടപ്പെടുന്നവരോ അല്ല. അവരുടെ വ്യക്തിത്വം പണ്ടേ ഉള്ളതാണ്. അത് ഭാവിയിലും നിലനിൽക്കും. അതിനാൽ ആരെ കുറിച്ചും ദുഃഖിക്കേണ്ടതില്ല. ആത്മീയ വ്യക്തിത്വം ഭഗവത് ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ, ഭഗവാന്റെ സനാതനനായിട്ടുള്ള സുഹൃത്താണ് ആര്? അർജുനൻ. പിന്നെ അവിടെയുള്ള രാജാക്കന്മാരും എല്ലാവരും എങ്ങനെയാ? അവരും ശാശ്വത വ്യക്തികളാണ്. ഭഗവാന്റെ ശാശ്വത വ്യക്തികളാണ് ആര്? ഇവരെല്ലാവരും തന്നെ. അവരെല്ലാവരും മുൻകാലത്ത് ജീവിക്കാത്തവരോ ശാശ്വതത്വം നഷ്ടപ്പെട്ടവരോ അല്ല. അവരൊക്കെ എന്താണ്? പണ്ടേ തന്നെ എല്ലാവരും എന്നും ഉള്ളതാണ്. പക്ഷെ എന്ത് മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? ആ കവറിങ് മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അവര് ഭാവിയിലും നിലനിൽക്കും. അതിനാൽ എന്തില്ല? ആരെ കുറിച്ചും ദുഃഖിക്കേണ്ടതില്ല. എല്ലാവരും ശാശ്വതരായിട്ടുള്ളവരാണ്. ആർക്കും എന്ത് സംഭവിക്കുന്നില്ല? നാശം സംഭവിക്കുന്നില്ല. ഭാവിയിലും അവർ നിലനിൽക്കും. ഇന്നലെയും അവരുണ്ട്, ഇന്നും അവരുണ്ട്, നാളെയും അവരുണ്ടാകും. അതിനാൽ അവരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടത് ആവശ്യമില്ല. പക്ഷെ ഇത് ആർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ? ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ. അല്ലാത്തവർക്ക്, ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ ആത്മീയ വ്യക്തിത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് ആത്മീയ വ്യക്തിത്വത്തെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കില്ല. അല്ലാത്തവരാണ് എന്ന് പറഞ്ഞ മൂഢന്മാരെന്ന് പറയണം അല്ലെ? അല്ലെങ്കിൽ ബുദ്ധിമാന്മാരാണ് അതറിയുന്നവര്. ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ആർക്കാണ് അറിയാൻ സാധിക്കുന്നവര്? ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്രാന മുഹ്യതി. ധീരന്മാർക്കാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക. എങ്ങനെയാണ്? ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാകില്ല. ഇവിടെ എന്താ പറഞ്ഞത്? ശരീരസ്ഥനായ ആത്മാവ്, ആ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം എന്ത് സംഭവിക്കും? വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും. സമചിത്തനായിട്ടുള്ള ഒരു വ്യക്തി, ബുദ്ധിമാനായിട്ടുള്ള സമചിത്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ പരിണാമത്തെ കുറിച്ച് സംഭ്രമം ഉണ്ടാവില്ല. കാരണം ആ വ്യക്തിക്ക് എന്തറിയാം? ആത്മാവിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്, ശരീരത്തെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്, ആത്മാവും ശരീരവും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇതിനെ കുറിച്ച് സംഭ്രമം ഉണ്ടാകില്ല. ശരീരത്തിനായിട്ടുള്ള ഒരു ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷമായ ആത്മാവ് എന്ത് ചെയ്യും? വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും. ജീവാത്മാവ്
പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥയെ കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തിയെ ധീരൻ അഥവാ സമചിത്തതയുള്ള ആളെന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾക്ക് ശരീര പരിണാമങ്ങളെ കുറിച്ച് വ്യാമോഹം ഉണ്ടാകില്ല. അപ്പൊ ധീരന്, അതായത് ശുദ്ധ ഭക്തന് ഒരിക്കലും ശരീര പരിണാമങ്ങളെ കുറിച്ച് വ്യാമോഹം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് എന്തറിയാം? ജീവാത്മാവിനെ കുറിച്ചറിയാം, പരമാത്മാവിനെ കുറിച്ചറിയാം, ഭൗതിക പ്രകൃതിയെ കുറിച്ചറിയാം, ആധ്യാത്മിക പ്രകൃതിയെ കുറിച്ചറിയാം. ഇതിനെല്ലാം കുറിച്ചും അറിയുന്നത് കൊണ്ട് തന്നെ ആ ധീരനായ വ്യക്തിക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? സമചിത്തതയുള്ള വ്യക്തിയാണ്, വ്യാമോഹം ഉണ്ടാകില്ല. ജീവാത്മാവിനെ തുണ്ടുകളാക്കി വിഭജിക്കാൻ സാധ്യമല്ല എന്ന കാരണത്താൽ അതിനെക്കുറിച്ചുള്ള മായാവാദികളുടെ അദ്വൈത സിദ്ധാന്തം സ്വീകാര്യമാകുന്നില്ല. ജീവാത്മാവിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഒരിക്കലും വിഭജിക്കാനായിട്ട്, തുണ്ടുകളാക്കാനായിട്ട് സാധിക്കില്ല. വെള്ളത്തിൽ കാണുന്ന ആകാശത്തിൽ പ്രതിബിംബം സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും ഉൾക്കൊള്ളുന്നു. നക്ഷത്രങ്ങൾ ജീവാത്മാക്കളെ പോലെയാണ്. പരമാത്മാവിനെ ആണെങ്കിൽ സൂര്യനോടോ ചന്ദ്രനോടോ ഉപമിക്കാം. നമുക്ക് ആകാശത്തിൽ കാണുന്ന അല്ലെ ജീവാത്മാക്കളായിട്ട് നമുക്ക് എന്ത് പറയാം? നക്ഷത്രങ്ങള്. പരമാത്മാവ് അല്ലെങ്കിൽ പരമാത്മാവിനെ നമുക്ക് എന്തിനോട് ഉപമിക്കാം? സൂര്യനോ ചന്ദ്രനോ. സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രൻ, പിന്നെ ബാക്കിയൊക്കെ നക്ഷത്രങ്ങള്, ജീവാത്മാക്കള്. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ നിത്യ സാംസിദിശ്വസ ഭാരത. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയാണ്. ഇന്ദ്രിയ അനുഭൂതിയിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ ഒരാൾ സഹിക്കാൻ പഠിക്കണം. ഇവിടെ എന്താ പറയുന്നത്? അർജുനോട് പറയണ, കുന്തിപുത്ര, നമ്മുടെ ക്ഷണികങ്ങളായിട്ടുള്ള സുഖദുഃഖങ്ങള് ക്ഷണികമായിട്ടുള്ളതാണ്. അത് കുറച്ച് സമയത്തേക്ക് നമുക്കതുള്ളൂ. അത് വരവും പോകും എങ്ങനെയാണ്? മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയാണ്. അത് കുറച്ച് സമയം മഞ്ഞുകാലം ഉണ്ടാവും, കുറച്ച് സമയം വേനൽക്കാലം ഉണ്ടാവും, അത്രേ ഉള്ളത്. അത് വന്നും പോയിക്കൊണ്ടേയിരിക്കും. അതെങ്ങനെയാ ഉണ്ടാകുന്നത്? നമ്മുടെ ഇന്ദ്രിയ അനുഭൂതിയിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അസ്വസ്ഥനാകാതെ അതിനെ സഹിക്കാനായിട്ട് നമ്മള് പഠിക്കണം എന്ന് പറയാണ്. അർജുനനെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ച 2 പേരുകളാണ് ഇവിടെ. എന്താണ്? കൗന്ദേയ, പിന്നെന്താണ്? കൗന്ദേയ എന്ന് വെച്ചാല് മാതൃഭാഗത്തു നിന്നുള്ള രക്തബന്ധം, ഭാരത പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള മഹാത്മ്യത്തെയും സൂചിപ്പിക്കുന്നതാണ് കൗന്ദേയ, ഭാരത എന്ന് പറയുന്നത്. ആ മഹനീയ പൈതൃകം ശരിയായ കൃത്യനിർവഹണത്തിനുള്ള ഉത്തരവാദിത്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. അപ്പൊ അർജുനന്റെ ആ മഹനീയമായ പൈതൃകം, കാരണം മാതൃഭാഗത്തു നിന്നുള്ളത് അല്ലെ, കൗന്ദേയ കുന്തി ദേവിയുടെ, പിന്നെ അതുപോലെ തന്നെ ഭാരതവംശകുലത്തിൽ പിറന്നുകൊണ്ട്. അപ്പൊ ഇത് ശ്രേഷ്ഠരാണ് അവരൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭരത ചക്രവർത്തിയെ പോലെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ചക്രവർത്തിയാണ്. അപ്പൊ ആ ഒരു കുലത്തില് പിറന്നത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? ആ ഉത്തരവാദിത്വം, കാരണം ആ പൈതൃകത്തിന്റെ ആ മഹനീയത കാത്തു സൂക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? അർജുനന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ ആർക്ക് സാധിക്കില്ല? അർജുനന് സാധിക്കില്ല. യം ഹി ന വ്യഥയന്തേ തേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. അല്ലയോ നരോത്തമ അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. അപ്പോ ഇവിടെ പറയും നരന്മാരിൽ ഉത്തമ നരോത്തമ അർജുന എന്താണ് പറയുന്നത്? സുഖദുഃഖങ്ങളിൽ അസ്വസ്ഥനാകാതെ, സുഖത്തിലും ദുഃഖത്തിലും അസ്വസ്ഥനാകാതെ, രണ്ടിനെ സമനില കൈവിടാത്ത വ്യക്തി, രണ്ടിനും എങ്ങനെ കാണാൻ? സമനിലയോടെ കാണാൻ, ഒരേപോലെ കാണാൻ സാധിക്കുന്ന വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. അപ്പൊ സുഖം വന്നാലും ദുഃഖം വന്നാലും നമ്മൾ ഒരുപോലെ കാണാം. നമുക്ക് ആ സമയത്ത് എന്താണ്? ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. സമനിലയോടെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ആ വ്യക്തി എന്താണ്? മോക്ഷത്തിന് അർഹനാണ് എന്ന്, മോക്ഷപ്രാപ്തിക്ക് അർഹനാണെന്ന് പറയാണ്. ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നിത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിവുള്ളവനുമായ ഒരു വ്യക്തിക്ക് തീർച്ചയായും മുക്തിക്ക് അർഹനാണ്. അപ്പോ സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ സാധിക്കുക, സുഖം വന്നാലും ദുഃഖം വന്നാലും അതിനെ സഹിക്കാൻ സാധിക്കുക, പിന്നെ ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നിത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യം ഉണ്ടാവുക. നമ്മള് ആത്മസാക്ഷാത്കാരം കൈവരിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്ക് ഉണ്ടാകാം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്ത് സാധിക്കും? മുക്തിക്ക് നേടാനായിട്ട് സാധിക്കും. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്ത സ്വാനയസ്തത്വദർശിഭിഃ.
ഇല്ലാത്തതായ ഒന്നിന്, അതായത് ഇല്ലാത്തതായ ഒന്ന് വെച്ചാൽ ഭൗതിക ശരീരം നശിക്കാനുള്ളതാണത്. ഇല്ലാത്തതായ ഒന്നിന് നിലനിൽപ്പില്ല, സനാതനമായതിന് നാശവുമില്ല. ആത്മാവിന് നാശവുമില്ല, ശരീരത്തിനാണെങ്കിലോ നിലനിൽക്കാനും സാധിക്കില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരാണ്. രണ്ടിന്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. അപ്പോ തത്വദർശികളെ സംബന്ധിച്ച് അവര് അന്വേഷണം നടത്തി കണ്ടുപിടിച്ചവരാണ്. അപ്പൊ രണ്ടും ഇതിന്റെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഭൗതിക ശരീരം നിലനിൽക്കുന്നതല്ല, ആത്മാവിനാണെങ്കിലോ നാശങ്ങളും സംഭവിക്കുന്നില്ല. ഇതാരും മനസ്സിലാക്കി? തത്വദർശികൾ, സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവര് മനസ്സിലാക്കിയതാണ്. ഈ വസ്തുത രണ്ടിന്റെയും അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണത്. ആത്മാവും ദ്രവ്യവും തമ്മിലുള്ള വ്യത്യാസമാണിത്. അപ്പൊ ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസമാണെന്ത്? സ്വാഭാവികമായിട്ട് ശരീരത്തിന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? നിരന്തരം മാറ്റങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും ശരീരം. നമുക്കറിയാലോ, ശരീരം ബാല്യം വന്നു, കൗമാരം വന്നു, യൗവനം വന്നു, വാർദ്ധക്യം വന്നു, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ശരീരം. പക്ഷെ ആത്മാവാണെങ്കിലോ ശാശ്വതനാണ്, അതിനൊരിക്കലും നാശം സംഭവിക്കുന്നില്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അജ്ഞാനത്തിന് അടിമപ്പെട്ടവർ പരിഭ്രാന്തരാകുന്ന ജീവാത്മാക്കൾക്ക് വേണ്ടി ഭഗവാൻ നൽകുന്ന ഉപദേശം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ ഇനി ഭഗവാൻ ഉപദേശം നൽകണം. എങ്ങനെയുള്ളവർക്കാണ്? അജ്ഞാനം കൊണ്ട് പരിഭ്രാന്തരായി തീർന്ന ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശമാണ് ഇവിടെ തുടങ്ങുന്നത്. പൂജ്യനും പൂജകനും തമ്മിലുള്ള ശാശ്വത ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പരമപുരുഷനും തദംശങ്ങളായ ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന ബോധം ഉദിക്കുകയും ചെയ്യുമ്പോൾ അജ്ഞത ശമിക്കുന്നു. അപ്പൊ പൂജ്യനും പൂജകനും തമ്മിലുള്ള ശാശ്വത ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു, ഭഗവാനും അർജുനനും. അങ്ങനെ പരമപുരുഷനും ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാക്കൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുള്ള ബോധം ഉദിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ അജ്ഞത ഇല്ലാണ്ടാകുന്നത്. നമ്മള് ഭഗവാന്റെ അംശമാണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള ബോധം നമുക്ക് ഉദിക്കുമ്പോ നമുക്ക് എന്തില്ലാതാകും? അജ്ഞത ഇല്ലാതാകും. അപ്പൊ നമുക്ക് ആ പ്രകാശം, ജ്ഞാനം കിട്ടാണ്, പ്രകാശമായിട്ട് മാറും നമ്മുടെ ജീവിതത്തില്. അവിനാശീതു തദ്വിധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക് നാശമില്ലെന്ന് നീ അറിയുക. അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഇവിടെ പറയണ ശരീരത്തില് എല്ലാവിടും വ്യാപിച്ചിരിക്കുന്ന ആ സത്ത, അതിനെന്തില്ല? നാശമില്ല. അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പൊ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ആ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്കാണെങ്കിലോ ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് ആർക്കും കഴിയുമില്ല. കാരണം ആത്മാവ് ഒരിക്കലും നാശമില്ലാത്തതാണ് ആത്മാവ്. പിന്നെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആ സത്ത, അതിനെന്തില്ല? നാശമില്ല. നമുക്കറിയല്ലേ, അത് ഇല്ലാതെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആത്മാവിന്റെ സാന്നിധ്യത്തിന് തെളിവാണ് ദേഹത്തിൽ കുടികൊള്ളുന്ന വ്യക്തിപരമായ അവബോധം. അപ്പോ നമ്മളെ ശരീരത്തിൽ ആത്മാവുണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിന്റെ അവബോധം കൊണ്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സാന്നിധ്യത്തിന്റെ തെളിവായിട്ട് പറഞ്ഞ ദേഹത്തിൽ കുടികൊള്ളുന്ന വ്യക്തിപരമായ അവബോധം. ആത്മാവുള്ളത് കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നതും കിടക്കുന്നതും, നമ്മുടെ ശരീരത്തിന് വളർച്ച വരുന്നതെല്ലാം. ആത്മാവ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായി? ശരീരം ജഡമായിട്ട് മാറി, നമുക്ക് ഒന്നും ചെയ്യാനായിട്ടോ പ്രവർത്തിക്കാനായിട്ടോ ഒന്നും സാധിക്കില്ല. ആത്മാവിന്റെ വലിപ്പം എത്രയാണ് പറയുന്നത്? ഒരു മുടിയുടെ തുമ്പിന്റെ 10,000-1 മാത്രം വലിപ്പമുള്ള കണക്കറ്റ ജീവാത്മ കണങ്ങളുണ്ട്. ഭൗതിക കണങ്ങളെക്കാൾ ചെറുതായ ജീവാത്മാവ് ആത്മീയ കണമാണ്. അവ നിരവധിയുണ്ട് താനും. അപ്പൊ എത്രയാണ് ആത്മാവിന്റെ വലിപ്പം? മുടിയുടെ തുമ്പിന്റെ 10,000-1. നമ്മുടെ മുടിയുടെ തുമ്പ്, അതിനെ 10,000 കഷ്ണങ്ങളാക്കിയ അതിലൊരംശമാണ് എന്ത്? ജീവാത്മാവിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ചെറുതാണെന്ത്? ജീവാത്മാവ്. നമുക്ക് കാണാൻ അടക്കം സാധിക്കില്ലല്ലേ? ഇത്രയും ചെറിയൊരു ജീവാത്മാവാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് അവബോധം തരുന്നത്, നമ്മളെ തരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ജീവാത്മാവ് അങ്ങനെയാണെങ്കിൽ പരമാത്മാവ് എങ്ങനെയാണ്? ഭഗവാന്റെ ഒരു അംശമാണ് ജീവാത്മാവ്. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാതുത്യസ്യ ഭാരത. ഈ ഭൗതിക ദേഹത്തിനെ നാശമുള്ളൂ, അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, അപരിമേയനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യുക. നാശം അപ്പൊ എന്തിനു മാത്രമേ ഉള്ളൂ? ഈ ശരീരത്തിന് മാത്രമേ നാശം സംഭവിക്കുന്നുള്ളൂ. അതിൽ വാഴുന്ന ജീവാത്മാവിന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. അത് ശാശ്വതനാണ്, അപരിമേയനാണ്, നാശമില്ലാത്തതാണ്. അതുകൊണ്ട് അർജുന നീ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം എന്ന് ഭഗവാൻ പറയാണ് ഇവിടെ.
സൂര്യപ്രകാശം പ്രപഞ്ചത്തെ നിലനിർത്തുന്ന പോലെ ആത്മാവിന്റെ തേജസ് ഭൗതിക ദേഹത്തെ നിലനിർത്തിപ്പോരുന്നത്. അപ്പൊ എപ്രകാരമാണോ സൂര്യപ്രകാശം ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്, അതുപോലെയാണ് ആത്മാവിന്റെ ആ തേജസ്, ആ പ്രകാശം, അതാണ് എന്തിനെ നിലനിർത്തുന്നത്? ഭൗതിക ദേഹത്തെ പുലർത്തി പോരുന്നത്. ആത്മാവ് ഇല്ലാതാവുമ്പോ ആ ദേഹം പ്രവർത്തിക്കാനായിട്ട് സാധിക്കാതെ വരും. ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തീന ഹന്യതേ. ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെയെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല. ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ ആരെങ്കിലും പറയാണ് ജീവാത്മാവിനെ കൊന്നു, അല്ലെങ്കിൽ ജീവാത്മാവ് കൊല്ലപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരാരത്തില്ല, ജ്ഞാനിയല്ല. കാരണം ഒരിക്കലും ജീവാത്മാവിനെ നമുക്ക് കൊല്ലാനോ ജീവാത്മാവിനെ മരിപ്പിക്കാനോ സാധിക്കുന്നില്ല. ജീവൻ കൊല്ലപ്പെടുന്നില്ല എന്ന ധാരണ ജന്തുഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആധികാരികമല്ലാത്ത നിലയിൽ ഏത് ജീവിയെ ഹിംസിക്കുന്നതും നികൃഷ്ടമാണ്. ഭഗവത് നീതി അനുസരിച്ചും രാഷ്ട്രീയ നീതി അനുസരിച്ചും ശിക്ഷാർഹമാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ജന്തുഹിംസ, ജീവൻ കൊല്ലപ്പെടുന്നില്ല എന്ന ധാരണ ജന്തുഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആധികാരികമല്ലാത്ത നിലയിൽ ഏത് ജീവിയെ ഹിംസിക്കുന്നതും നികൃഷ്ടമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ജീവിയെ നമ്മള് ഹിംസിക്കാനായിട്ട് പാടില്ല. ഭഗവാന്റെ നീതി അനുസരിച്ചും ശിക്ഷാർഹമാണത്, രാഷ്ട്രീയ നീതി അനുസരിച്ചും എന്താണ്? ശിക്ഷാർഹമാണ്. നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെ സമൂഹത്തിൽ നമുക്ക് കുറെ നിയമങ്ങളുണ്ട്, അതനുസരിച്ചും അത് ശിക്ഷാർഹമാണ്. ഭഗവാന്റെ നീതി അനുസരിച്ചും എന്താണ്? ശിക്ഷാർഹമാണ്. ചിലപ്പോ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഏതെങ്കിലും രീതിയിൽ നമ്മൾ പൈസ കൊടുത്തുകൊണ്ടോ ആരും അറിയാതെയോ ഒക്കെ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. പക്ഷെ ഭഗവാന്റെ നീതിയിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അർജുനനാകട്ടെ മതാനുശാസനം അനുസരിച്ചാണ് ഹിംസയിൽ വ്യാപരിച്ചിരിക്കുന്നത്, തന്നിഷ്ടപ്രകാരമല്ല. അപ്പൊ അർജുനൻ എന്തനുസരിച്ചാണ് ഇവിടെ ഹിംസ ചെയ്യാൻ പോകുന്നത്? ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ്. ഭഗവാന്റെ നിർദ്ദേശമാണ് എന്ത്? അർജുനൻ യുദ്ധം ചെയ്യുക എന്നുള്ളത്. അത് തന്നിഷ്ടപ്രകാരമല്ല ചെയ്യുന്നത്. ഇതും കൂടി എടുത്തിട്ട് നിർത്താം. ന ജായത്തെ മ്രിയത്തെ വാ കഥാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ആത്മാവിനൊരിക്കലും ജനന മരണങ്ങളില്ല, അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. അപ്പൊ ആത്മാവിന് ഒരിക്കലും എന്തില്ല? ജനന മരണങ്ങളില്ല. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല, ഭാവിയിലും ഉണ്ടാകില്ല. അത് അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പ്രാചീനനാണ്. ശരീരം നശിക്കുന്നു, ആത്മാവിനൊരിക്കലും നാശം സംഭവിക്കില്ല. അതിന് അജനാണ്, അതിനെന്തില്ല? ജനന മരണങ്ങളില്ല, നിത്യമായിട്ടുള്ളതാണത്. പിന്നെ അത് ശാശ്വതമായിട്ട് എപ്പോഴും നിലനിൽക്കുന്നതാണ്, പ്രാചീനനാണ്, പണ്ടേ ഉള്ളതാണ് ആത്മാവ്. അപ്പൊ ആത്മാവിനൊരിക്കലും നാശം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? കിഴവൻ എന്ന് കരുതപ്പെടുന്ന ആൾക്ക് തനിക്ക് ബാല്യത്തിലും യൗവനത്തിലും ഉണ്ടായിരുന്ന അതേ ആവേശം ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല. അപ്പൊ ഒരിക്കലും ആത്മാവിന് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തിനെ ബാധിക്കില്ല? ആത്മാവിന് ബാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് പ്രായമായാലും നമുക്ക് എന്തുണ്ടാവും? ഉത്സാഹം കാണിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആ ഒരു ആവേശം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ്. ശരീരത്തിന് മാത്രം എന്ത് സംഭവിക്കുന്നുള്ളൂ? മാറ്റം സംഭവിക്കുന്നുള്ളൂ. ആത്മാവിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ബാല്യത്തിലുണ്ടായിരുന്ന അതേ ആവേശം നമുക്ക് എപ്പോഴും ഉണ്ടാവും? എന്നുണ്ടാകും. ആ പരമാത്മാവും അണുമാത്രനായ ജീവാത്മാവും ശരീരമാകുന്ന ഒരേ വൃക്ഷത്തിൽ ജീവസത്തയുടെ ഹൃദയാന്തർഭാഗത്ത് കുടികൊള്ളുന്ന. അപ്പൊ ആത്മാവും പരമാത്മാവും ഒക്കെ എവിടെയാണ്? ശരീരമാകുന്ന വൃക്ഷത്തിന്റെ ജീവസത്തയുടെ ഹൃദയാന്തർഭാഗത്ത് കുടികൊള്ളുന്നതാണ് ഈ പരമാത്മാവും ജീവാത്മാവും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവവൃന്ദി കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരുദേവ് കി ജയ്. നിതായ ഗൗര പ്രമാനന്ദേ. ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. കുറെ കൂടുതലായോ? വലിച്ച് 20 എത്തിച്ചില്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് എടുക്കുന്നു വിചാരിച്ചിട്ട് 20 എത്തിച്ചത്. കാരണം എന്തായാലും 3 ദിവസം 18ാമത്തെ അധ്യായം 4 ദിവസത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നില്ല എത്ര ദിവസമായിന്ന്. അതുകൊണ്ടാണ് 20 ഒപ്പിച്ചെടുത്തത്. ഏറ്റവും വലുതും ഈ അധ്യായമാണല്ലോ. അതെ അതെ അതെ. കുറച്ച് പിന്നെ കുറച്ച് പാട് തോന്നുന്നുണ്ടാവില്ല എങ്ങനെ? ഹരേ കൃഷ്ണ. മനസ്സിലാവുണ്ടോ വല്ലതും? സ്പീഡ് കൂടുണ്ടോ? പറയുമ്പോ എല്ലാം മനസ്സിലാവും. പിന്നെ പറയുമ്പോ കിട്ടണില്ല. നാളെ ഒന്നും കൂടെ കേക്കാം മാതാജി.
നാളെ പറയാൻ രാവിലെ പറയുമ്പോ കേട്ടിട്ടില്ല, പറയുമ്പോ ഹരേ മനസ്സിലാവുന്നുണ്ട്. കൃഷ്ണ. പ്രണാമ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി മാതാജി അറ്റൻഡൻസ് ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു തരുമ്പോ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. നമ്മൾ അറ്റൻഡൻസിന്റെ ലിങ്കിന്റെ സിസ്റ്റം മാറ്റാണ്. മാനുവൽ അറ്റൻഡൻസിനില്ല. നമ്മള് ലെവൽ 2 തൊട്ട് ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ടാവും ചാറ്റ് ബോക്സിൽ. അതില് നിങ്ങൾക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. പേരും മൊബൈൽ നമ്പറും സമയം ഓട്ടോ സെറ്റ് ആണത്. ഓക്കെ സെറ്റ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് അറ്റൻഡൻസ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ട് പറയാം. അതാണ് നല്ലത്. രാവിലെ ഹരീഷ് മാതാജി ഭഗവത്ഗീതയ്ക്ക് മാത്രമാണോ അതോ രാവിലത്തെ ഇതിനുമുണ്ടോ? ആരതിക്കും ഇതില് മാത്രം രാവിലേക്കല്ല. ഇവിടെ ഭഗവത്ഗീത ലെവൽ ക്ലാസ് അങ്ങനെ ചെയ്യാം. ലെവൽ 1 മാത്രമാണ് നമ്മള് മാനുവൽ എടുക്കുന്നത്. ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്യപ്പെടുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മളിന്ന് പറഞ്ഞില്ല. പഠിച്ചു. എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതില് ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് പഠിച്ചു. ഭഗവാൻ എന്ന് പഠിക്കുന്ന ഭൗതിക പ്രകൃതി, കാലം, ഐശ്വര്യം, വീര്യ, യജസ്, ത്യാഗം, പറഞ്ഞോ. നമ്മൾ ഉത്തരം പറയാൻ മത്സരമാണ്. ഇന്ന് എല്ലാവരും മിണ്ടാതിരിക്കാണ്. അല്ലെങ്കിൽ ജീവാത്മാവ്, ഭൗതിക പ്രകൃതി, കാലം, കർമ്മം, വൈരാഗ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയി. ഐശ്വര്യം, ജ്ഞാനം, ത്യാഗം, സൗന്ദര്യ, സമ്പത്ത്, കീർത്തി, ജ്ഞാനം, ത്യാഗം, ശക്തി. അപ്പൊ 6 കാര്യങ്ങള്. അതെ അറ്റൻഡൻസ് ഇന്ന് മുതലാണ് കേട്ടോ ഫോം. അപ്പൊ അതാണ് ഭഗവാൻ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന നിർവചനം. അത് ആരാണ് നിർവചിച്ചത്? എന്താണ് പറയുന്നത്? പാർത്ഥൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഒരു ഉത്തരവുള്ളതിന് ഇത്ര വലിയ ഉത്തരവുണ്ടോ? ആരാണ്? അർജുനൻ. എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നത്? പൃഥയുടെ പുത്രൻ അല്ലേ? പിന്നെ വൈദിക നിയമം അനുസരിച്ച് എങ്ങനെയുള്ള ഗുരുവിനെ ഉപേക്ഷിക്കണം? വിവേകം നശിച്ചവനും ദുഷ്കൃത്യം ചെയ്യുന്നവനും ഗുരുവിനെ നമ്മള് ഉപേക്ഷിക്കണം. ഗുരുവിനെ പിന്നെ അനുസരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെന്താണ്? ഭൗതിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന 4 തരം ക്ലേശങ്ങൾ ഏതൊക്കെയാണ്? ജനനം, വ്യാധി, രോഗം, മരണം. അനുഭവിക്കുന്ന 4 ക്ലേശങ്ങള്. 4 ക്ലേശങ്ങള്: ജനനം, വാർദ്ധക്യം, മരണം, മൃത്യു, ജര. അങ്ങനെ എഴുതാം. ജന്മ, മൃത്യു, ജരാവ്യാധി അങ്ങനെയും എഴുതാം കേട്ടോ. എങ്ങനെയുള്ള ഒരു വ്യക്തി ജ്ഞാനിയാകുന്നത് എപ്പോഴാണ്? ആത്മാവിനേക്കാളും പ്രാധാന്യം ശരീരത്തിനുണ്ട്. ആത്മാവ് ശരീരത്തിനില്ല എന്ന് മനസ്സിലാക്കുമ്പോ, ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിടിയാനുള്ളതാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തി ആരാകുന്നത്? വിജ്ഞാനിയാകുന്നത്. എങ്ങനെയുള്ള വ്യക്തികൾക്ക് മുക്തിക്ക് അർഹനാണെന്നാണ് ഭഗവാൻ പറയുന്നത്? സമഭാവനയോടെ കാണാൻ സാധിക്കുന്ന, സഹിക്കാൻ കഴിയുന്ന വ്യക്തി മുക്തിക്ക് അർഹനാണ്. ആത്മാവും ശരീരം തമ്മിലുള്ള വ്യത്യാസം: ആത്മാവിന് ആത്മാവ് ശരീരം പലവിധ മാറ്റങ്ങളിലൂടെ കടന്നു പോകും. പക്ഷെ ആത്മാവിന് എന്തില്ല? അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല അല്ലെ?
പിന്നെ ഇനി ബാക്കി നമുക്ക് നാളെ കിട്ടും. ആത്മാവിന്റെ വലിപ്പം എത്രയാണ്? തലമുടി പിന്നെ തലമുടിയുടെ 10,000-ത്തിലൊന്ന്. അതിന്റെ അഗ്രത്തിന്റെ 10,000-ൽ ഇതാണ് ആത്മാവിന്റെ വലിപ്പം. അടുത്തത് ആത്മാവിന്റെ സവിശേഷതകള് നമ്മൾ കുറച്ച് എത്തിയിട്ടുള്ള, ബാക്കി നാളെ പറയുന്നുണ്ടാവുള്ളൂ. ആത്മാവിന്റെ സവിശേഷതകൾ ഇപ്പൊ എന്താണ്? അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പ്രാചീനനാണ് എന്നൊക്കെ പറഞ്ഞു. ബാക്കി നമുക്ക് നാളെ കിട്ടുണ്ടാവുള്ളൂ അല്ലെ? ഹരേ കൃഷ്ണ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആത്മാവിന്റെ സവിശേഷതകൾ നമുക്ക് നാളെയും കൂടി കിട്ടും.